ഒരു റിക്വസ്റ്റ് ഇതാണ് എനിക്കും, നമുക്ക് പറ്റുമെങ്കിൽ സാധിക്കുന്നവരെല്ലാം ഒന്ന് വീഡിയോ ഓൺ ആക്കിയിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിങ്ങനെ നമ്മളൊരു ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടുന്നതിന്റെ എല്ലാ ചലഞ്ചസും അപരിചിതത്വവും പ്രശ്നങ്ങളും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ ആരും ഇപ്പൊ നമ്മള് എന്താ പറയണേ അതിനെക്കുറിച്ച് ഓവർ വറീഡ് ആവണ്ട. സാധിക്കുന്നവരൊന്ന് വീഡിയോയിൽ വരുവാണെങ്കിൽ നമ്മുടെ ഇന്ററാക്ഷൻസ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആവുമായിരിക്കും. നമ്മുടെ ഒരു കൊച്ചു ഗ്യാതറിംഗ് ആണ്. അപ്പൊ നമ്മളൊന്ന് മുഖം കണ്ട് സംസാരിക്കാനൊക്കെ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അപ്പൊ പറ്റുന്നിടത്തോളം വീഡിയോയിലായിരിക്കുവാണെങ്കിൽ നല്ലതാണെന്നൊരു റിക്വസ്റ്റ്. ഓക്കെ, അതിനിടയ്ക്ക് എമർജൻസി വന്ന് നിങ്ങൾ ഓഫ് ചെയ്താലും പിന്നീട് തിരിച്ചു വരാമല്ലോ. കാരണം ആരും ഉറങ്ങി പോകുന്നില്ല എന്നൊന്നും ഞങ്ങൾക്കൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ഗുഡ്. ഞങ്ങളെ പരിചയപ്പെടുത്തി സിൽജോ, ഷിജി. ഒത്തിരി സന്തോഷം. നമുക്കറിയാം നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ലോകം വ്യത്യസ്തമായ പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുക. ഇതുവരെ നമ്മൾ ആരും പരിചയപ്പെട്ടിട്ടില്ലാത്ത ധാരാളം നോർമൽസ് ഇപ്പം നമുക്ക് ന്യൂ നോർമൽസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ന്യൂ നോർമലാണ് ഇപ്പോൾ സൂമിലുള്ള ഇത്തരം ഗ്യാതറിങ്ങുകളും പ്രോഗ്രാമുകളും ഒക്കെ. ഐ അപ്രീഷിയേറ്റ് യു, സ്പെഷ്യലി ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തവര്. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് നമുക്ക് പലരും പറയായിരുന്നു ചില സ്ഥലത്തൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് ഈ ഒരു ഓൺലൈൻ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് ദൈവരാജ്യം പടുത്തുയർത്താനും ഫോർമേഷനും മിഷനും ട്രെയിനിങ്ങുകളും ഇനീഷ്യേറ്റീവുകളും ഒക്കെ ഒത്തിരി നടക്കുന്നു. ജർമ്മനിയിലും ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഈ ഒരു ഗ്യാതറിങ്ങിന് അങ്ങനെ സംഭവിച്ചത് ഒത്തിരി സന്തോഷം. നമുക്കറിയാം ചുറ്റും നടക്കുന്ന എന്നാന്ന് നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവം തീർച്ചയായിട്ടും എന്താ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിലാണ് നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നത്. ആരോ പ്രാർത്ഥിച്ച പോലെ ഇനി എന്നാണ് നിങ്ങൾ പലരുടെയും ഹസ്ബൻഡും കുട്ടികളൊക്കെ നാട്ടിലായിരിക്കാം, അവരെയൊക്കെ എപ്പോഴാണ് കാണുന്നതെന്നൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ എങ്കിലും നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, ദൈവമാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു ധൈര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു കോൺടെസ്റ്റിലാണ് നമ്മൾ സഭയും ജീസസ് യൂത്തും എല്ലാം നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും തന്നെ ഓൺലൈനിലേക്ക് മാറിയിരിക്കുകയാണ്. ഏത് രാജ്യം എടുത്താലും, നമ്മുടെ ഇന്റർനാഷണലുള്ള കാര്യങ്ങൾ എടുത്താലും, നമ്മുടെ ഫോർമേഷൻ എടുത്താലും എല്ലാം വളരെ മനോഹരമായിട്ട് ഓൺലൈനിൽ നടക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് അയർലൻഡിലെ വിശേഷം പറയുകയാണെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയുള്ള വെബിനാറുകൾ ഇന്നലെ നമുക്ക് സിന്ധു ചേച്ചിയും സുനിലേട്ടനും ഒക്കെ എന്നുള്ള വെബിനാർ ഉണ്ടായിരുന്നു. പല എല്ലാ വീക്കിലും അങ്ങനെയുള്ള വെബിനാറുകൾ നടക്കുന്നു. എല്ലാ ദിവസവും മധ്യസ്ഥ പ്രാർത്ഥന. നേരത്തെ ഞങ്ങൾക്ക് വല്ലപ്പോഴും ഉണ്ടായിരുന്നത് ഇപ്പോൾ കൊറോണ പ്രമാണിച്ച് ഡെയിലി ആയി. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഒക്കെ ഒരുമിച്ച് വന്നിരുന്ന സൂമിൽ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നു. യു കെയിലാണെങ്കിൽ നമുക്കറിയാം എല്ലാ ദിവസവും ആരാധന നടക്കുന്നു. നൈറ്റ് വിജിലുകളും എല്ലാം നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ ഒരു സാധ്യത ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു തവണ ഒരുമിച്ച് വന്നവരാണ് ഫിസിക്കലായിട്ട്. ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് വരാനായിട്ട് നിങ്ങളെടുത്ത എഫേർട്ടിനെ തുടക്കത്തിലെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു സമയം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചതിന്. കുറേയേറെ മുഖങ്ങൾ ഇതിൻ്റെ അകത്ത് പരിചയമുള്ളതാണ്. കുറച്ച് മുഖങ്ങൾ പരിചയമില്ലാത്തതുണ്ടെങ്കിൽ നമുക്ക് വഴിയെ പരിചയപ്പെടാം. നമ്മൾ ഒന്ന് രണ്ട് ചെറിയ ചിന്തകളൊന്ന് പങ്കുവയ്ക്കാന്ന് ഓർത്തിന്ന്. അതിനൊക്കെ മുമ്പ് ചോദിക്കട്ടെ, എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? നിങ്ങൾ വലിയ ബഹളം നിങ്ങളുടെ സ്ഥലത്ത് ഇല്ലെങ്കിൽ, ബഹളം വെക്കുന്ന ഒരേ ഒരാളെ ഞാൻ കാണുന്ന ജോയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും വലിയ പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ അപ്പന്റെ സ്വഭാവം വെച്ചിട്ട് പിന്നെ മ്യൂട്ട് ചെയ്യേണ്ട വരുമായിരിക്കും എന്തായാലും. ഗുഡ് ജസ്റ്റ് ജോക്കിംഗ്. ഞാൻ പറഞ്ഞു തന്ന ബാക്കി ആരും മ്യൂട്ട് ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് സൗണ്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് സംസാരിക്കാം. വലിയ ബഹളം വരുന്നെങ്കിൽ മാത്രം മ്യൂട്ട് ചെയ്താൽ മതി. വീഡിയോ വഴി പറ്റുന്നിടത്തോളം ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഓക്കെ. സോ ആർക്കെങ്കിലും എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാൻ? എങ്ങനെ പോകുന്നു നിങ്ങളുടെ ജോലി ലൈഫ്? ജർമ്മനി ഒരു പോസ്റ്റ് കൊറോണ പീരീഡ് ആണോ അതോ എന്താണ്? എങ്ങനെയുണ്ട് ജനറലി അവിടെയുള്ള സിറ്റുവേഷൻ? രക്ഷപ്പെട്ടോ? ഇവിടെ കൂടെ നിൽക്കുമായിരുന്നു ചെയ്ത, ഇപ്പം ഇടക്കൊന്ന് കുറഞ്ഞായിരുന്നു. പിന്നെ ഈ ബോർഡറൊക്കെ ഓപ്പൺ ചെയ്തപ്പം ഇപ്പം കേസസ് കുറച്ച് കൂടുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെ. കുറഞ്ഞു വന്നിട്ട് കർവൊക്കെ ഫ്ലാറ്റൻ ചെയ്തിട്ട് വീണ്ടും കയറി തുടങ്ങുന്ന ഒരു സമയമാണ് ഇവിടെ. സ്പെഷ്യലി ട്രാവൽസ്, ഇന്റർനാഷണൽ ട്രാവൽസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. നിങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും കഴിഞ്ഞ ഫിസിക്കൽ ഗ്യാതറിംഗിന് ഉണ്ടായിരുന്നവരല്ലേ? ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഉണ്ടായിരുന്നില്ല. ആരായിരുന്നു അത്? ഞാൻ ഗ്രീഷ്മ. ഗ്രീഷ്മ. ഓക്കെ.
ഞാനും ഉണ്ടായിരുന്നില്ല ഗ്യാതറിങ്ങിന്. അല്ലേ? ആ ഞാൻ സ്റ്റെഫി എന്തെങ്കിലും പറയാൻ വന്നോ? ഞാനും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഞാനും ഞാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെരി ഗുഡ്. ഉണ്ടായിരുന്നവരാരൊക്കെയാന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, ഗ്യാതറിംഗ് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു തെറ്റോ പാപമൊന്നും അല്ല. ഞാൻ വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അന്ന് ഉണ്ടായിരുന്നവരാരെങ്കിലും ഉണ്ടായിരുന്നോ അറിയാൻ. അങ്ങനെ ഞങ്ങൾ അങ്ങനെയായിരുന്നു ചേട്ടാ ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല, ഫോളോ അപ്പ് എന്നുള്ള രീതി. പക്ഷെ വന്നപ്പോ അധികം പേരും ഇല്ലാത്തവരാണ് വന്നത്. നല്ല കാര്യം, പുതിയ മുഖങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഫോളോ അപ്പ് വയ്ക്കുമ്പോ അതിനേക്കാളും ആൾക്കാരായിക്കോളും. ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു പ്രോഗ്രാം ആയിട്ടോ. അതാരാണ് പറഞ്ഞേ? ഞാൻ ഹിൽഡയാ. ഹിൽഡ. ഹിൽഡ എവിടെയാണ്? ഞാനിപ്പോ ഇവിടെ തന്നെ. ഞാൻ വൈൻഹൈം എന്ന് പറയുന്ന സ്ഥലത്താണ്, ഫ്രാങ്ക്ഫർട്ട് അടുത്ത്. ഒരു ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആദ്യമായിട്ട് വന്നവരോ നേരത്തെ വന്നവരോ ആരും ആയിക്കോട്ടെ, നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒന്ന് രണ്ട് കാര്യം ചിന്തിക്കാൻ ഓർത്തിട്ടാണ്. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ലോക്ക്ഡൌണിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഒത്തിരി എന്താ പറയണ, നമ്മൾ ഈ ഒരു കൊറോണ എന്ന വൈറസിനെതിരെ പൊരുതാനായിട്ട് നമ്മൾ ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കാറുണ്ട്, ഒരുപാട് എല്ലാം എടുക്കുന്നുണ്ട്. ആ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോഴും ഒരു കൂട്ടായ്മയിൽ നമ്മളൊന്ന് ഒരുമിച്ച് വരുമ്പോൾ ഒന്ന് ചിന്തിക്കാം അതിന്റെ ഒരു മറ്റൊരു വശത്തിൽ നമ്മുടെ ഒരു ആത്മീയ ജീവിതവും നമ്മുടെ ഒരു കൂട്ടായ്മ ജീവിതവും ഒക്കെ എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ എങ്ങനെ അതിനെ കൂടുതൽ മനോഹരമാക്കാം, ശക്തിപ്പെടുത്താം. ഒക്കെ കടന്നു പോകുമ്പോൾ അവരെ പ്രാർത്ഥിച്ച പോലെ ദൈവം നമ്മുടെ കൂടെ എന്നുള്ള ധൈര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ബന്ധത്തിൽ എങ്ങനെ വളരാൻ പറ്റും. പ്രത്യേകിച്ച് ജർമ്മനിയിലായിരിക്കുമ്പോൾ, നഴ്സുമാരായിട്ടായിരിക്കുമ്പോഴൊക്കെ എന്തിനാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്, തമ്പുരാന് നമ്മളെ കുറിച്ച് മറ്റെന്തെങ്കിലും ഒരുമിച്ച് വരാനും ചിന്തിക്കാനും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ കാണുന്ന ഒരു ചേഞ്ചിങ് വേൾഡിൽ ധാരാളം ആളുകൾ പലതരത്തിലുള്ള ക്രൈസിസ്, ഇപ്പൊ രോഗം ഉണ്ടായിരിക്കുന്ന ക്രൈസിസ് ഉണ്ട്, അതുകൂടാതെ വലിയ നിരാശയിലും പ്രശ്നങ്ങളിലും ക്രൈസിസിലൊക്കെ കടന്നു പോകുന്ന അനേകം ആളുകൾ പേഷ്യൻസ് ആയിട്ടും കോവർക്കേഴ്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് കൂടെ. അപ്പം ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് എങ്ങനെ ഇതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയൊക്കെ ആയിട്ടാണ് നമ്മൾ ഒരുമിച്ച് വരുന്നത്. തമ്പുരാനോടൊപ്പം ഒന്ന് ഒരുമിച്ചായിരിക്കാനും കുറച്ച് സമയം പ്രാർത്ഥിക്കാനും അങ്ങനെ ഒരു അങ്ങനത്തെ ഒന്ന് രണ്ട് ചിന്തകളൊന്ന് പങ്കുവയ്ക്കാനും, ഞങ്ങൾ പങ്കുവയ്ക്കുന്ന മാത്രമല്ല, നമുക്കൊന്ന് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ എന്ന പ്ലാറ്റ്ഫോമിന്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ഓവർ കൺസേൺഡ് ആകണ്ട. നമ്മളെല്ലാവരും ക്ലാസ് റൂമിൽ ഇരിക്കണ പോലെ അങ്ങ് കരുതിയാൽ മതി ഇപ്പം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഹാളിൽ ഇരിക്കണ പോലെ കരുതിയാൽ മതി. അങ്ങനെ കൂടുതൽ വിശദമായിട്ട് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ പരിചയപ്പെടാം. അങ്ങനെ എനിക്ക് തോന്നുന്നു നമുക്കൊരു ഒരു ചിന്തയോട് കൂടി ഷിജി ഒന്ന് ഷെയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. ദെൻ വി വിൽ കണ്ടിന്യൂ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ അല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? ിരിക്കുന്നു. നിങ്ങളുടെ സന്തോഷം നിറഞ്ഞ മുഖവും നല്ല പ്രാർത്ഥനയൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. ഈ ഒരു സമയത്തും ജർമ്മനിയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരിങ്ങനെ ഒന്നിച്ചു വന്ന് പ്രാർത്ഥിച്ചത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് അസ്. ഒത്തിരി ഐ റിയലി ഫീൽ ബ്ലെസ്ഡ്. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ പല രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. മധ്യസ്ഥ പ്രാർത്ഥനയും ജാഗരണ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്നോട് ചേട്ടൻ ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ് പറയാൻ പറഞ്ഞത്. അപ്പൊ ഏതായാലും ഞാൻ ഇനി അതൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾ പ്രാർത്ഥനയിൽ ഒത്തിരി ആഴപ്പെട്ടവരാണ് എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പൊ ഞാൻ എന്റെ ഒരു ചെറിയൊരു ഷെയറിങ് ചെയ്യാം, അത് എനിക്ക് തോന്നുന്നു അങ്ങനെ മതിയെന്ന്. ബിക്കോസ് അങ്ങനെ ഒരു ഡീപ്പ് അതൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിവേ റിയലി ഗ്ലാഡ് ടു ബി വിത്ത് യു ഓൾ. ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഷെയറിങ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാം. ഒരു ചെറിയൊരു പ്രാർത്ഥനയോട് തുടങ്ങാം. നമുക്കൊരു ചെറിയ റിഫ്ലക്ഷനോടുകൂടി തുടങ്ങാം കേട്ടോ.
എല്ലാവരും പോസിബിൾ ഒന്ന് കണ്ണടയ്ക്കാവോ? മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, അവൻ ഏകാന്തതയിൽ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി എന്ന്. നമുക്ക് ആ ജീസസ്, ആ ദൈവത്തിന്റെ ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. വലിയൊരു എഫോർട്ട് എടുത്ത് ദൈവത്തിനായിട്ട് പോലും പ്രാർത്ഥിക്കുവാനായിട്ട് മലമുകളിലേക്ക് കയറി പോകുന്ന യേശു ക്രിസ്തു. ഒരു നിമിഷം നമുക്ക് ആ ഒരു പിക്ചറിനെ നമ്മുടെ ജീവിതമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് നാം ഏവരും കടന്നു പോകുന്നത്. ഈ ലോകം തന്നെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു നോൺ സാക്രമെന്റൽ പീരീഡ് ഒക്കെ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു ഡ്യൂ ടു COVID-19 ഔട്ട്ബ്രേക്ക്. ഈ ഒരു സമയത്ത് നമുക്കൊരു മിനിറ്റ് എടുത്ത് നമുക്കൊന്ന് നമ്മളിൽ തന്നെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ് കടന്നു പോകുന്നത് നമുക്കൊന്ന് റിഫ്ലക്ട് ചെയ്യാം. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം, വേർ ആം ഐ നൗ? എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ എവിടെയാണ്? ഈ COVID-19 എന്നൊരു സിറ്റുവേഷൻ കടന്നു വന്നപ്പോൾ, ഈ സോ കോൾ സാക്രമെന്റൽ ലൈഫൊക്കെ നമുക്ക് മിസ്സായപ്പോൾ ഓക്കെ, ഞാൻ എവിടെയാണ്? ഈ ലോകത്തിന്റെ ചിന്തകള് അല്ലെങ്കിൽ ഈ ആങ്സൈറ്റീസ് ഒക്കെ ഡിഡ് ഇറ്റ് ക്രീപ്പ് ഇൻ മീ? ഇതൊക്കെ എന്നെ ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ഈ ജോലി ഭാരത്താല് ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് എന്റെ പ്രാർത്ഥനയും ജീവിതവും എന്റെ ഒരു വിശ്വാസവും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന പല തോട്ടും എന്നിലുണ്ടായോ? ബട്ട് വേർ ആം ഐ? എന്റെ പ്രാർത്ഥനാ ലൈഫ് താഴോട്ട് പോയോ? ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള റിലേഷനിൽ ഒരു ബ്രേക്ക് സംഭവിച്ചോ? അതോ ഡിഡ് ഐ ഗോ ഡൗൺ ഇൻ മൈ സ്പിരിച്വൽ ലൈഫ്, ഇൻ മൈ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. അതുമല്ലെങ്കിൽ ഈ ഒരു അവസരത്തില് ഞാൻ ഓൺലൈനിലൂടെയൊക്കെ കുർബാനയും ആഡോറേഷനും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രാർത്ഥനയിലൊക്കെ ആക്റ്റീവായി പ്രാർത്ഥനയിലൂടെയൊക്കെ ഞാൻ എന്റെ സ്പിരിച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ഞാനും എന്റെ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന വ്യക്തിയായി മാറിയോ? നമുക്കൊന്ന് റിഫ്ലക്ട് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ മൂന്നാമതൊന്നായിട്ട് ഈ ഒരു സമയം കടന്നു വന്നപ്പോൾ ഞാൻ അതിനെ എന്റെ ദൈവവുമായിട്ട് അടുക്കാനുള്ള ഒരു ഉപാധിയായി കണക്കാക്കിയോ? കൂടുതലായിട്ട് ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തെ ഞാൻ വളർന്നു. എന്റെ ഈ വേദനകളും ബുദ്ധിമുട്ടുകളും ഈ കഷ്ടപ്പാടുകളും ഒക്കെ ഞാൻ ദൈവത്തെ സീക്ക് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. ഈ 3 ഫേസിൽ വേർ ആം ഐ ഇൻ മൈ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്? നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു, മാർക്ക് ചാപ്റ്റർ 1:35 നമ്മൾ ഇങ്ങനെ കാണുന്നു, അവൻ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നു. ലോകരക്ഷകനായ യേശു ക്രിസ്തു നമ്മൾ കാണുകയാണ് പ്രാർത്ഥിക്കുവാനായിട്ട് ഏകാന്തമായ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, വിജന പ്രദേശത്തേക്ക്. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ തുറക്കാം. നമ്മൾ ഇപ്പോൾ എവിടെയാണ് പ്രാർത്ഥനയിൽ എവിടെയാണെന്ന് നിൽക്കുന്നതെന്നും ഈ ഒരു പ്രതിസന്ധി നമുക്ക് എത്രമാത്രം നമുക്കത് ഹെൽപ്പ് ചെയ്തോ അല്ലെങ്കിൽ നമ്മളെ ഏതൊരവസ്ഥയിൽ കൊണ്ടുവന്നൊക്കെ നമുക്കിപ്പോൾ മനസ്സിലായി കാണും. അപ്പോ നമുക്ക് ആ തിരുവചനത്തിലേക്ക് ഒന്നുകൂടി കടന്നു വരാം. ഏകാന്തതയിൽ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന യേശുവിനെ നമ്മള് 2 തിരുവചനങ്ങൾ കണ്ടു. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ വചനങ്ങളിലൂടെയൊക്കെ ഈശോ നമ്മളോട് പ്രാർത്ഥനയുടെ ഒരു ഇമ്പോർട്ടൻസ് ആണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ദൈവമായിട്ട് പോലും പ്രാർത്ഥിക്കുന്ന ഈശോ. അപ്പോ ഹൗ മച്ച് മോർ ഈശോ പ്രേ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. എന്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും ഒരു പ്രാർത്ഥനക്കാരിയാകാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തി ആയിരുന്നില്ല. പക്ഷേ ദൈവത്തെ അറിഞ്ഞ സമയം മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നപ്പോൾ അറിയാതെ അത് നമ്മുടെ ഒരു ജീവിത ശൈലിയാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചു പോകും. സോ എനിക്ക് ഒരു പേര് വീണു, പ്രാർത്ഥനക്കാരി. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു പേരായിരുന്നു അത്. പക്ഷേ ഞാൻ ഓർക്കാണ്, ഞാനത് സന്തോഷപൂർവ്വം അക്സെപ്റ്റ് ചെയ്തപ്പോൾ എന്നെ അങ്ങനെ വിളിച്ചിരുന്ന എന്റെ കൂട്ടുകാരെ ഇന്നിപ്പോ ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാം, ഒരാൾ ഇന്ന് ഒരു ജീസസ് യൂത്തിന്റെ തന്നെ ടീംസ് മിനിസ്ട്രിയുടെ ഒരു എൽഡർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇനി ഒരാളാണെങ്കിൽ യൂറോപ്പില് ഒരു ലോക്കൽ പാരിഷില് അവരുമായിട്ട് മിനിസ്ട്രി ചെയ്ത് അവിടുത്തെ പാരിഷ് ആസ് എ ഫാമിലി അവരവിടെ മിനിസ്ട്രി ചെയ്യുന്നു. അപ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഗോഡ് ഹാസ് എ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ബിഗർ ആൻഡ് ബിഗ്ഗസ്റ്റ് പ്ലാൻ വിച്ച് നമുക്ക് അറിയത്തില്ലാത്ത തലത്തിലേക്ക് ദൈവം അത് കൊണ്ടുപോകാം. വേറൊരു സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഞാൻ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്ന. ആ ഒരു സമയത്ത് എനിക്ക് വൈകുന്നേരം എനിക്കിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയങ്ങളുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ പാട്ട് പാടും, പ്രാർത്ഥിക്കും. മനോഹരമായിട്ട് ഇവിടെ പ്രാർത്ഥന സമയത്ത് പാട്ട് പാടുന്ന കുട്ടികളെയൊക്കെ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ഇത് ഓർത്തു പോവുകയായിരുന്നു എന്റെ ഒരു സമയം. ഞാനിങ്ങനെ പാട്ട് പാടാനൊന്നും അറിയില്ല, പക്ഷെ ചെറിയ
കോറസ് ഒക്കെ പാടി പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് ചില കുട്ടികൾക്ക് അത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്റെ കൂടെ അല്ലെങ്കിൽ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവര്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, അവര് കുറച്ച് ദിവസം ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ, കുറച്ച് നാളുകൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലൊരു കുട്ടി എന്റെ റൂമിലേക്ക് കടന്നു വരികയും, അവളൊരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയാണ്. പിന്നീട് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ബൈബിള് വായിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയത്തിലേക്ക് അത് കടന്നു വന്നു. അതുപോലെ തന്നെ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു, ഹിന്ദു വിശ്വാസിയായിരുന്നു ആ കുട്ടി. ഞങ്ങളുടെ കൂടെ ഒരു പരിപാടിക്ക്, ഒരു പള്ളിയിൽ വന്നിട്ട് ഒരു 1 day ധ്യാനത്തിന് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം എനിക്ക് പ്രാർത്ഥനയെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുമ്പോൾ ഒത്തിരി ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് വരികയാണ്. അപ്പൊ ഈ പ്രാർത്ഥനാ ജീവിതം, ഇത് എന്റെ ഇനീഷ്യൽ ഡേയ്സിലെ കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ പങ്കുവെച്ചത്. പക്ഷെ ഇത് തന്നെയല്ല, അപ്പൊ ഇതൊക്കെ എന്നിലേക്ക് ഉണ്ടായപ്പോൾ ഇതൊക്കെ എന്നെ ആക്ച്വലി സ്റ്റിമുലേറ്റ് ചെയ്തു. അത് ദൈവമായിട്ട് കൂടുതൽ അടുക്കാൻ സഹായിച്ച ഒരു സമയങ്ങളായിരുന്നു. അതുകൂടാതെ തന്നെ ഈ ഒരു സെപ്പറേറ്റ് ടൈം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ ഫാമിലി പ്രയർ എന്ന് പറഞ്ഞാൽ കൊന്തയുണ്ട്, ബൈബിൾ വായനയുണ്ട്. അപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഞാനാണ് ബൈബിൾ ഒരു ചാപ്റ്റർ എല്ലാ ദിവസവും വായിച്ചിരിക്കണം. അപ്പം അതിന് അസൈൻഡ് പേഴ്സൺ ആണ് ഞാൻ. ഇഷ്ടമില്ലായിരുന്നിട്ട് കൂടി ഞാനത് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് സെപ്പറേറ്റ് ഒരു ടൈം അപ്പാർട്ട് ഫ്രം ഞങ്ങളുടെ ഫാമിലി പ്രയർ കൂടാതെ ഞാനൊരു സമയം മാറ്റി വെച്ചു കഴിഞ്ഞപ്പോൾ എന്നെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ടു ഗോ ഓപ്പൺ ദ ബൈബിൾ ആൻഡ് റീഡ് ഇറ്റ്. അപ്പൊ ഞാൻ ബൈബിൾ വായിച്ചു തുടങ്ങി, എന്റെ ഓൺ ഇൻട്രസ്റ്റ് എടുത്ത് വെച്ച്. പിന്നീട് അത് പള്ളിയിൽ പോകാൻ, അതായത് കുമ്പസാരം കുർബാനയ്ക്കൊക്കെ മമ്മി പറയാതെ തന്നെ പോകാനുള്ള ഒരു സ്റ്റിമുലസ് ആയി മാറി. സെറ്റിംഗ് എ ടൈം ഇൻ പ്രയർ ആക്ച്വലി എന്നെ അത് ഹെൽപ്പ് ചെയ്തു. എനിക്ക് എന്റെ ഒരു കത്തോലിക്ക വിശ്വാസത്തിൽ ഒരു സന്തോഷം വന്നു തുടങ്ങി. അതൊരു ജോയ്ഫുൾ, ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റാൻ തന്നെ സാധിച്ച ഒരു സമയമായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അത് കൂടാതെ തന്നെ എനിക്ക് വേറൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, ഇത് എന്നെ ഡേ ടു ഡേ ലൈഫിൽ ഒരു ഗൈഡ് ചെയ്ത്, ഇത് ഇനിഷ്യൽ സമയത്ത് നടന്നാണെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ ഇത് എങ്ങനെയാണ് ഗൈഡ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. പലപ്പോഴും ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ സംടൈംസ് ഇറ്റ് മൈ സൗണ്ട്സ് റിയലി ഫണ്ണി, പക്ഷെ ഞാനിങ്ങനെ രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ശീലമുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം കുറച്ച് നാൾ മുമ്പ് നടന്ന ഒരു ചേട്ടന് ബിസിനസ് ആണ്. അപ്പൊ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഒരു തോട്ട്, ഒരു ഇൻസ്പിറേഷൻ വന്നു, ചേട്ടനോട് പറയണം, ഇങ്ങനെ എന്താ പറയണ്ടേ, ചേട്ടന്റെ ബിസിനസ്സിലെ 2 കടകളുണ്ട്, അപ്പൊ ഒരു ഷോപ്പിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. സോ ദിസ് ആക്ച്വലി ഹാപ്പൻ എക്സാക്ട്ലി 2 days ബിഫോർ. നമുക്കൊരു അവിടെ ഒരു കടയിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു പ്രോബ്ലം വരുന്നതിന് മുമ്പ് അവിടെ ടിവിസ് എല്ലാം അടിച്ചു, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് വന്നു. സോ ആക്ച്വലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഗോഡ് ഈസ് ടോക്കിംഗ് ടു മീ എന്നുള്ള ഒരു അഫർമേഷൻ കൂടിയായിരുന്നു എനിക്കത്. കർത്താവ് നമ്മളോട് പറഞ്ഞു തരികയാണ് ഡേ ടു ഡേ ലൈഫിൽ, അല്ലെങ്കിൽ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളൊരു സംഭവം. ഇത് ഒരു ഇൻസിഡന്റ് മാത്രമല്ലാതെ ഇഷ്യൂസ്. നിങ്ങളിൽ പലരും ഹെൽത്ത് കെയർ റിലേറ്റഡ് ചെയ്യുന്ന ആൾക്കാരല്ലേ, നഴ്സസ് മിനിസ്ട്രി അല്ലേ. ഇപ്പൊ ജോലി സ്ഥലത്തൊക്കെ എനിക്ക് ന്യൂമറസ് എക്സാമ്പിൾസ് പറയാൻ പറ്റും. ഒരു 1-2 കാര്യങ്ങൾ വേണം ഞാൻ പറയാം. ഒന്ന് മേ ബി ബിറ്റ്വീൻ ദ ടീംസ് അല്ലെ കൊളീഗ്സ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള 2 പേരുണ്ടായിരുന്നു ജോലി സ്ഥലത്ത്. അവരെ ആരുടെ കൂടി ഇട്ടാലും മാനേജ് ചെയ്യാൻ പാടാണ്. ബട്ട് ലൈക്ക് അപ്പൊ എന്റെ മാനേജർ എന്നോട് പറഞ്ഞു, ഐ നോ യു ക്യാൻ മാനേജ്, യു ഹാവ് ടു ബി വിത്ത് ദം എന്ന് പറഞ്ഞ് ഒരു ദിവസം ഞങ്ങളെ 3 പേരും തന്നെ ജോലി കിട്ടും. സോ എല്ലാരും ഇങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കുക. ബിഫോർ ആക്ച്വലി അവർ ഡേ കുഡ് കം, ഐ കുഡ് ഹിയർ മെനി തിങ്സ് കമ്മിങ് ഇൻ ടു മൈ ഇയർ. പീപ്പിൾ ആർ കമ്മിങ് ആൻഡ് സെയിങ് മീ, യു ഹാവ് ടു ബി റിയലി കെയർഫുൾ, യു ഹാവ് ടു ബി റിയലി അലേർട്ടഡ്, ഓൾ ദോസ് തിങ്സ്. ഭയങ്കര ഏതാണ്ട് സംഭവിക്കാൻ പോകുന്ന രീതിയിൽ. അപ്പൊ അന്ന് ഞാൻ പ്രീവിയസ് ഡേ, അപ്പൊ ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഇതൊന്നും ഒരു കുഴപ്പമില്ല, ഐ വുഡ് നോട്ട് മൈൻഡ് ഇറ്റ്. ദേ ഓൾസോ നോ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്ന ആളല്ല. പക്ഷെ ആക്ച്വലി പ്രീവിയസ് ഡേ ഈ കേട്ടതെല്ലാം, വർക്കിന് പോകുന്നതിന് തൊട്ട് മുമ്പത്തെ ഡേ ഇതെല്ലാം എന്റെ മനസ്സിലേക്ക് വന്നു. ഹൗ am I going to do the next 2 days എന്നുള്ളൊരു സംഭവം. അപ്പോ ഞാൻ ഐ ഡിസൈഡഡ് there is nothing is impossible for God. I will bring it up to Lord. ഞാനത് പ്രാർത്ഥിച്ചു, രാവിലെ പേഴ്സണൽ പ്രേയറിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ലോർഡ് ഇത് എൻഡിയർ യൂണിറ്റിലുള്ള എൻഡിയർ ആൾക്കാരുടെ ഒരു തോട്ടാണ്. ബട്ട് യു ഗോ ടു വർക്ക് ഇൻ ഹിയർ ഐ ആം ബിഫോർ യു, ലെറ്റ് യുവർ വിൽ ബി ഡൺ ആൻഡ് ഐ എം ഗിവിംഗ് യു ദീസ് 2 people in your hand. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അന്ന് ജോലിക്ക് പോയി. I can tell you that I can tell you when I was going through, I had that peace, some way I was peaceful. I wasn't that disturbed person the previous day.
അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് പറയാൻ സാധിക്കും, അതെന്റെ വളരെ മനോഹരമായ ദിവസങ്ങളിൽ 2 ദിവസങ്ങളായിരുന്നു. വളരെ മനോഹരമായ ദിവസം. ആൻഡ് ദോസ് ഗേൾസ്, അവർക്കും നല്ല മനോഹരമായ ദിവസങ്ങളായിരുന്നു. ആൻഡ് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞു വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് ടുഗദർ അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോ ചിലപ്പോൾ ദൈവം നമ്മളെ നയിക്കും, നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ. അത് എന്റെ ജീവിതത്തിൽ ശക്തമായ പല പല സിറ്റുവേഷൻസും ഞാൻ കാണുന്നു. ഈവൻ രോഗികളുമായിട്ട് ഇടപെടുന്ന അവസരങ്ങളിൽ. ഒരിക്കൽ ഞങ്ങളുടെ യൂണിറ്റിൽ, അന്ന് ഞാൻ ഇൻചാർജ് ആയിരുന്നു, അപ്പോ യൂണിറ്റിൽ ഒരു ക്രൈസിസ് വന്നു. ഒരു എൽഡർലി ആളാണ്. അപ്പൊ പുള്ളി സാധാരണ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ കുറച്ചൊരു പോസ്റ്റ് ഡെലീരിയസ് ഉണ്ടല്ലോ. അപ്പം ഞാൻ അതാണ് ഐ വാസ് ഹിയറിംഗ് ഷീ വാസ് കോളിംഗ് ഔട്ട് ഹെർ കിഡ്സ് നെയിം. അപ്പൊ പറയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എന്റെ പിള്ളേരെ കാണാൻ എനിക്ക് പോണം, അതായിരുന്നു പുള്ളി പറയുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇറക്കി വിടാനായില്ല, ട്യൂബ് ഊരിയതേ ഉള്ളൂ. അപ്പോ ഇൻ സം ടൈം, ഫ്യൂ മിനിറ്റ്സ് മേ ബി, ഷീ ഹാഡ് എ കാർഡിയക് ഇവന്റ്, കാർഡിയക് അറസ്റ്റിലേക്ക് പോയി. പിന്നെ എല്ലാരെയും വിളിച്ചു, പിന്നെ റിസസിറ്റേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കാണ്. ഫൈനലി ഡോക്ടേഴ്സ് ഹാവ് ഡിസൈഡഡ് ടു കോൾ ഓഫ്. അപ്പൊ അവര് പറയാണ്, ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് വിടാം. എന്റെ മനസ്സിൽ, എന്റെ യൂണിറ്റിൽ നടക്കുന്ന ഒരു കാര്യം എന്റെ മനസ്സിൽ ആരും ഇങ്ങനെ പുഷ് ചെയ്യാണ്, ഗോ ആൻഡ് പ്രേ. ഹൗ ആം ഐ ഗോയിങ് ടു പ്രേ? ഇറ്റ് ഈസ് സച്ച് എ, എന്താ പറയണ്ട, ആ സമയത്ത് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ can you imagine? അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ മനസ്സിലുള്ള ശക്തി, I can't say no to or listen to that person either. അപ്പൊ ഞാനിങ്ങനെ പതിയെ പോയി, പതിയെ കാലിൽ തൊട്ടു, എന്നിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ആ അമ്മച്ചിയുടെ ആഗ്രഹം പോലെ മക്കളെ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. There was nothing else I could pray. ഞാൻ പറഞ്ഞു, ജീസസ് യു ആർ ദ ഹീലർ, ഹീൽ ഹെർ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പതിയെ ഇങ്ങോട്ട് പോന്നു. അപ്പോ കുറച്ച് ഏതാനും സെക്കൻഡ്സിനുള്ളിൽ ഞാൻ കേൾക്കുന്ന കാര്യം, ഓ ഹർ റിതം ഈസ് ബാക്ക് എന്നുള്ളൊരു ഇതാണ്, കോറസ് ആണ്. പിന്നീട് ഷീ വാസ് ഓക്കെ, അങ്ങനെ ഒരു ട്രാൻസ്ഫോം ആയി പോയി. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, സംടൈംസ് ഗോഡ് ഗൈഡ് യു. എന്റെ ജീവിതത്തിൽ എനിക്ക് പല അനുഭവങ്ങളുണ്ട്, വർക്ക് റിലേറ്റഡ് ആണെങ്കിലും. ഞങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരിക്കൽ പോലും എന്താ പറയണ്ടേ, റിലീജിയസ് ആയിട്ടുള്ള പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പോ ഒരിക്കൽ ഇതുപോലെ തന്നെ ഒരു യങ് ലേഡി ട്യൂബ് ഊരി കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് കരയാണ്. അപ്പൊ ഞാൻ കട്ടൻ ചുറ്റി ഞാൻ കയ്യിൽ പിടിച്ചു. I said, okay, initially എല്ലാരും പറഞ്ഞു, അയ്യോ ഓക്കെ, വോയിസ് അയ്യോ എന്താ ഇങ്ങനെ, എല്ലാരും ഭയങ്കര പാനിക്കായി. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് ആ പുള്ളിയുടെ കയ്യിൽ പിടിച്ചു. എനിക്കറിയാം വേദന കൊണ്ടല്ല കരയുന്നേ. കുറെ നേരം കയ്യിൽ പിടിച്ചു. ഞാൻ പറഞ്ഞു, നീ കരഞ്ഞോളൂ, as much as you want, take your time, I am here for you. ആ വേർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്തു. ആൻഡ് I was in a position to console her and give her comfort. കയ്യിൽ പിടിച്ചവിടെ നിന്നു. എല്ലാം കഴിഞ്ഞ് ഷി വാസ് ഓൾ റൈറ്റ്. അപ്പോ ഞാൻ ട്രാൻസ്ഫർ റൂമിൽ കൊണ്ടേ സെറ്റിൽ ആയിട്ട്, ഓക്കെ, ഞാൻ പോരുമ്പോ എല്ലാരോടും പറയും ഗോഡ് ബ്ലെസ് യു. അപ്പൊ ഞാൻ ആസ് യൂഷ്വൽ ഐ ടോൾഡ് ഹർ. അപ്പൊ എന്നോട് കയ്യിൽ ഒന്നുകൂടെ എന്നെ തിരിച്ചു പിടിച്ചു. ദിസ് ടൈം ഷീ ഹെൽഡ് മൈ ഹാൻഡ്. അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചു, വാട്ട് ഈസ് ഇറ്റ് മോട്ടിവേറ്റിംഗ് യു ടു ഹാവ് ദാറ്റ് സ്മൈൽ ആൻഡ് കംഫർട്ട് സോ മച്ച്? സോ ഐ കുഡ് ടോക്ക് ടു ഹർ ജീസസ്. അപ്പോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വേർ യു ആർ നോട്ട് സപ്പോസ് ടു സേ അബൌട്ട് ജീസസ് അല്ല ടോക്ക് അബൌട്ട് ജീസസ്, ആൻഡ് യു പ്രൊഹിബിറ്റഡ് ടു എക്സ്പ്രസ് യുവർ റിലീജിയസ് ഫ്രീഡം. അങ്ങനെയുള്ള സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തത് രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. സെറ്റിംഗ് എ ടൈം ഫോർ എന്താ പറയണ്ടേ, പ്രാർത്ഥനയ്ക്കുള്ള ആ സമയത്ത് അന്നത്തേക്കുള്ള ഒരു ഗ്രേസ് എനിക്ക് കിട്ടിയതായിട്ടൊരു ഫീൽ ചെയ്തു. പക്ഷെ ഡോണ്ട് തിങ്ക് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് എനിക്ക് ഇങ്ങനെ ഒരു ചലഞ്ചസ് ഇല്ലെന്നൊന്നും ചിന്തിക്കല്ല കേട്ടോ. ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. അപ്പം എന്റെ ജീവിതത്തിൽ കടന്ന 1-2 ചലഞ്ചസ് പറയാം ഞാൻ നിങ്ങളോട്. Maybe there are lots of challenges, like നമ്മുടെ വർക്ക് ലോഡ്. ഞാൻ 24 hours ജോലി, ചിലപ്പോൾ എനിക്ക് ഓൺ കോൾ ഉണ്ട്. അപ്പൊ 24 hours ആണ്. അപ്പൊ വർക്ക് റിലേറ്റഡ് ചലഞ്ചസ് ഉണ്ടാകും. നമ്മുടെ സമയമില്ലാത്ത അവസരങ്ങൾ. എനിക്ക് 2 കുഞ്ഞു പിള്ളേരാണ്, നല്ല ആക്റ്റീവ് 2 പിള്ളേരാണ്. ചിലപ്പോൾ അവര് ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ ഞാൻ ഈ വർക്ക് ആൻഡ് റിലേറ്റഡ് ഞാൻ എങ്ങനെ ആ ചലഞ്ചിനെ ഓവർകം ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. രാവിലെ ഞാൻ ഇവിടെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ഇരിക്കുകയാണ്, എസ്പെഷ്യലി മൈ യങ്ങർ വൺ. ഐ ഡോണ്ട് നോ, സംവെയർ അവന് ഒരു സെൻസ് ഉണ്ട്, ഞാൻ വീട്ടിലുണ്ട്, ഇൻസൈഡ് വോളിൽ ഉണ്ട് എന്നൊരു സെൻസ് ഉണ്ട്. അപ്പൊ അവൻ കരയും. അപ്പൊ എന്റെ പ്രെയർ ടൈം അവിടെ അങ്ങ് കൊള്ളാം, എന്റെ പേഴ്സണൽ പ്രെയർ. അപ്പൊ എനിക്ക് അറിഞ്ഞൂടെ അവൻ ഇങ്ങനെ മനസ്സിലാവും ഞാൻ ഈ വോളിനുള്ളിൽ ഉണ്ടെന്നുള്ളത്. അതിപ്പോ 5 o'clock 4 o'clock 3 o'clock എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാലും he knows that I'm inside the house. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം ഇന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എനിക്കിത് പ്രാർത്ഥിക്കാൻ പറ്റണില്ലല്ലോ, കുറച്ചു നേരം സ്വസ്ഥായിട്ട് ഇരിക്കാൻ പറ്റണില്ലല്ലോ. ദെൻ ഐ ഗെറ്റ് ദി ഇൻസ്പിറേഷൻ. നീ പോകുമ്പം, ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് നീ ചാപ്പിൽ കയറുന്നുണ്ട്, അവിടെ കുറച്ചു നേരം ഇരിക്കുന്നുണ്ട്, വൈ ഡോണ്ട് യു ഇൻക്രീസ് യുവർ ടൈം, അല്ലെങ്കിൽ ഗോ ഏർലി ടു വർക്ക്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ, ദാറ്റ്സ് ആൻ ഐഡിയ.
പിന്നെ ഞാൻ ഒരു 1 hour ഏർലി അവിടെ റീച്ച് ചെയ്യുക, 1 hour ഏർലി പോകും എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം. സോ നൗ ഐ ഗെറ്റ് 45 minutes ടു പ്രേ വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് ഡിസ്റ്റർബൻസ്. ആ സമയത്ത് ഞാൻ പല പ്രാവശ്യം ചേട്ടനോട് ചോദിച്ചു, ഞാൻ പോകുമ്പോൾ പിള്ളേർ അവരെഴുന്നേക്കത്തേ ഇല്ല. പക്ഷെ ആ സമയം ഞാൻ വീട്ടിലിരിക്കാതെ അവർ എഴുന്നേക്കും. അപ്പോൾ സംടൈംസ് ലൈക്ക് ദിസ് ചാലഞ്ചസ് ആർ ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ us ടു ഗ്രോ മോർ ക്ലോസർ ടു ഗോഡ് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ പല പല കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ അതർ തിങ് ഈസ് ദ ട്രസ്റ്റ് ദാറ്റ് വി ഷുഡ് ഹാവ് വിത്ത് ഗോഡ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ലൂക്കായുടെ സുവിശേഷം തോന്നുന്നു 11ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, കർത്താവ് ഇങ്ങനെ പറയാണ്, ഇത് എന്റെ പ്രാർത്ഥന, പിതാവേ എന്റെ പ്രാർത്ഥന അങ്ങ് ശ്രവിച്ചതിന് ഞാൻ നന്ദി പറയുന്നു, അവിടുന്ന് ഇനിയും ശ്രവിക്കുമെന്ന് എനിക്കറിയാന്ന്. ലാസറിനെ ഉയർപ്പിക്കുന്ന ഒരു സ്റ്റേജിൽ ഈശോ പറയുന്ന ഒരു സംഭവമാണ്. അതെന്നെ ആക്ച്വലി ഒത്തിരി സ്പർശിച്ചു എന്റെ ജീവിതത്തിൽ. ലൈക്ക് ഹി ഹാഡ് ദ ട്രസ്റ്റ്, ഓൾറെഡി ഇറ്റ്സ് ഡൺ ആൻഡ് വിൽ ബി ഡൺ. അപ്പൊ ഞാൻ ഓർക്കുകയാണ്, നമുക്കൊക്കെ എന്തുമാത്രം ട്രസ്റ്റ് ഉണ്ട് ദൈവത്തിൽ. അപ്പൊ ആ ട്രസ്റ്റോട് കൂടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു സംഭവം ആണ് എനിക്ക് തോന്നുന്നു പ്രാർത്ഥന ജീവിതത്തിൽ നമ്മളെ കൂടുതൽ വളരാൻ സഹായിക്കുന്ന ഒരു കാര്യം. ആൻഡ് ഈ ട്രസ്റ്റ് നമുക്ക് ഒരു ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ വിശ്വാസം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മള് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന അത് ഒത്തിരി ഹീലിംഗ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ലേക്ക് നയിക്കും എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി ഈവൻ GCU തന്നെ നമുക്കറിയാം, പേഴ്സണൽ പ്രേയറിനെ ഗൈഡ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ഈവൻ ടു സ്റ്റാർട്ട് വിത്ത് എ സിമ്പിൾ ആസ് സിമ്പിൾ ആസ് ലൈക്ക് എ റോസറി, അതിനുശേഷം കുറച്ചു നേരം നന്ദി പറയുക ദൈവത്തോട് ആൻഡ് സ്തുതിക്കുക, ഓർ ഈവൻ ബൈബിൾ വായിക്കുക. ഞാൻ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ബൈബിൾ ആൻഡ് ദെൻ ലിസണിങ്. അപ്പം കൊന്തിച്ചെല്ലി കുറച്ചു നേരം സ്തുതിച്ച് ബൈബിളൊക്കെ വായിച്ച് അതിനെ റിഫ്ലക്ട് ചെയ്ത് കുറച്ചു നേരം നിശബ്ദമായിരുന്നു കർത്താവിന്റെ സന്നിധി ഇരിക്കുമ്പോൾ തന്നെ ഐ എം ഷുവർ ഹി വിൽ ടോക്ക് ടു. ഇങ്ങനെ ദൈവം നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരും ഓരോ നിമിഷവും. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതുവരെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി, എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സ് ഹു ആർ ക്ലോസ് ടു ഗോഡ്, അവരിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെയൊക്കെ കൂടെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ അല്ലെ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ പോവാണ്, ഓക്കെ ക്യാൻ യു പ്രേ ഫോർ മീ എന്നൊക്കെ നമ്മൾ ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഫ്രണ്ട്സ്, അല്ലെ ഒരു കമ്മ്യൂണിറ്റി. ഇപ്പൊ നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. സുനിധി ചേച്ചി അടക്കം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അത് അതിലേക്ക് നമ്മൾ കടന്നു വരും. നമുക്ക് ദൈവമായിട്ടുള്ള എക്സ്പീരിയൻസ് നിലനിൽക്കാനൊക്കെ ഒത്തിരി സാധിക്കും. ഇതൊക്കെ നമ്മളെ ഗ്രോ ചെയ്യും. അപ്പൊ പിന്നെ അതുപോലെ തന്നെ സെയിൻസിന്റെ, ഞാൻ ചെയ്ത ഒരു കാര്യം സെയിൻസിന്റെ ലൈഫ് സ്റ്റോറി വായിക്കുക, അല്ലെങ്കിൽ മൂവീസ് കാണുക, റിഫ്ലക്ട് ചെയ്യുക, ഓൾ വേർഡ് ഓഫ് ഗോഡ് ഒക്കെ ഇങ്ങനെ എഴുതി വെക്കുക. ഞാനിങ്ങനെ എഴുതി ഒട്ടിച്ചു വെക്കുന്ന ഒരു ശീലമൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ എന്നെ ഒത്തിരി അത് റിമൈൻഡ് ചെയ്യിക്കാം, തിങ്സ് ലൈക്ക് ദാറ്റ്. ഓർ the other day, for example, we went to ഇവിടുത്തെ ഒരു മാതാവിന്റെ സ്ഥലം. അപ്പോൾ so we got a bracelet. So this keep reminding me about God, or things like that, അപ്പോൾ നമ്മളത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ് കംസ് ബാക്ക് ടു us. അങ്ങനെ ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഒക്കെ നമ്മളിൽ അറിയാതെ വളരും. ഇപ്പൊ എനിക്ക് സെയിൻസിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കായിരുന്നു, മദർ തെരേസ, ഒത്തിരി സെയിൻസ് എന്നെ ഇൻസ്പയർ ചെയ്തു. ഇപ്പൊ റീസെന്റ് ഞാൻ മദർ തെരേസിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കായിരുന്നു. ബ്ലെസ്സഡ് തെരേസ, പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെട്ടിരുന്ന അമ്മ രാവിലെ എഴുന്നേറ്റ് കുറേ സമയം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പാപങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിപ്പെടുന്നത്. അത് ഞാനൊരു സ്റ്റോറി, എനിക്കൊന്ന് ചേട്ടൻ എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് തന്ന ബുക്ക് തന്നു, കം ബി മൈ ലൈറ്റ് എന്നുള്ള. അപ്പൊ ഞാനിങ്ങനെ അതിന്റെ അവസാനത്തെ പോർഷനില് മദർ തെരേസ ഇങ്ങനെ എഴുതിക്കുന്ന, ബ്ലെസ്സഡ് മദർ തെരേസ ഇങ്ങനെ എഴുതിക്കുന്ന കാര്യങ്ങളാണ്, ഹൂ ഈസ് ജീസസ് ടു മീ എന്നുള്ള ഒരു സംഭവം. ഹീസ് മൈ സേവിയർ, ഹീസ് മൈ എവറിത്തിങ് എന്നുള്ള ലാസ്റ്റ്, ഹീസ് മൈ സ്പൗസ്, കുറെ കാര്യങ്ങൾ എഴുതിയിട്ട് ആ ബുക്കിലുണ്ടാ കാര്യങ്ങളൊക്കെ. അപ്പോ ഐ വാസ് തിങ്കിങ് എത്രമാത്രം ഹൂ ഈസ് ഗോഡ് ടു മീ ഇന്ന് നമ്മളോട് ചോദിച്ചാൽ വാട്ട് ക്യാൻ ഐ ആൻസർ? ദാറ്റ് വിൽ ആക്ച്വലി കം ഔട്ട് ഓഫ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അപ്പൊ റിലേഷൻഷിപ്പ് നിലനിൽക്കാൻ നമ്മളെ സഹായിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഒത്തിരി ഈവൻ എന്താ പറയാ, ഒത്തിരി റീസെന്റ് ഒരു പ്രീച്ചർ, തോമസ് പോൾ ബ്രദറുമായിട്ട് ഞങ്ങൾ ഒരിക്കലും ഒരു പ്രാർത്ഥന, ഒരു ഇന്റർസെഷൻ റീട്രീറ്റിലായിരിക്കുമ്പോൾ there was an adoration all through 24 hours. So I happened to be early morning പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് ഇരിക്കുക. I saw brother was coming in, he was sitting for 3 hours before he is going all day preaching. Appo that actually how much of strength he gets from adoration is another way, like it actually help us to sustain in the prayer life. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. എന്തിനാ ബാക്കി എല്ലാവരും പറഞ്ഞു, എന്റെ തൊട്ടടുത്തിരിക്കുന്ന ഞാൻ പറയാം, ചേട്ടനാണെങ്കിലും I have noticed so much before ഒരു സൈൻ ഓഫ് ദ ക്രോസ് ഉറങ്ങുന്നതിന് മുമ്പും എഴുന്നേക്കുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു, he would make a sign of the cross and he'll end the day or begin the day with like that.
So things like that. Look around and you'll see, and God's creativity in everything that he had created. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പ്രേയർ ലൈഫിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. ദീസ് ആർ ദ തിങ്സ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് മീ, ആൻഡ് ഇറ്റ് ഈസ് ഗോഡ്സ് word that he won't leave us abandoned or anything. നമ്മൾ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓടി വരുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, നമ്മുടെ സൗണ്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു പിതാവ്, നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു യേശു ക്രിസ്തുവിനെയൊക്കെയാണ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇപ്പം നമുക്ക് തിരുവചനങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട ബൈബിളിൽ ഉടനീളം നമ്മൾ ഇത് കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡാനിയേലിന്റെ പുസ്തകത്തില് എനിക്കൊന്ന് 14-ാം അധ്യായമാണ്, 13-ാം അധ്യായം, ഒരു സൂസന്റെ നിലവിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതൊരു ഭയങ്കര ഒരു കയോട്ടിക് സിറ്റുവേഷൻ ആണ്. വളരെ ഇന്നസെന്റ് ആയിട്ട് ജീവിച്ച ഒരു വ്യക്തി, നല്ലൊരു മാതൃകയായ ഒരു ഭാര്യ, നല്ല ഒരു അമ്മ, എന്നിട്ട് അങ്ങനെ ഒരു ക്രൈസിസ് വന്നപ്പോൾ സൂസന്നയുടെ നിലവിളി ഉടനടി ഡാനിയേൽ എന്ന ബാലന്റെ ആത്മാവിനെ ഉണർത്തി ആ പ്രശ്നം പരിഹരിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നു. എത്രയോ കരുണാവാനായ കർത്താവാണ്. ഈ പ്രാർത്ഥിച്ച ഉടനെ ഉത്തരം വരുന്നു. ഓൺ ദ സ്പോട്ട് ഹി കംസ് ഡൗൺ. സെയിം തിങ് നമുക്കറിയാം, ഡാനിയേലിന്റെ തന്നെ പുസ്തകത്തിൽ 3-ാം അധ്യായം ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. രാജാവിന്റെ മുന്നിൽ പറയുകയാണ്, അവരെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയാൻ പറയുമ്പോൾ രാജാവിനോട് ഡാനിയേൽ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞാണ് വചനം തുടങ്ങുന്നത്. ഐ ലവ് ദാറ്റ്. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. രാജാവിനോട് ഡയറി ചെയ്ത് പറയാണ് എന്തുമാത്രം ഹൗ മച്ച് ഹി ട്രസ്റ്റ് ഗോഡ്, ഹൗ മച്ച് ഹി ഹാഡ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും, ഞങ്ങൾ മരിച്ചാൽ പോലും ഞങ്ങൾ ഈ സ്വർണ്ണബിംബത്തെ ആരാധിക്കില്ല എന്ന് പറയുന്ന ഒരു ഡാനിയേലിനെ നമ്മൾ കാണുന്നു. അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞപ്പോൾ അവരുടെ അധരങ്ങളിൽ സ്തുതിഗീതം ഉയർന്നു. അവരെ സംരക്ഷിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഗോഡ്, the more we trust in him and the more we pray in him, he will definitely work. ദൈവം കാത്തിരിക്കുകയാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കാനായിട്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടണേ എന്നൊന്ന് പറയാനായിട്ട് ദൈവം കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. നമുക്ക് ഏവർക്കും ഓടി അണയാം, പ്രാർത്ഥിക്കാനായിട്ട് ഒരു സമയം സെറ്റ് ചെയ്യാം. സോ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് ഓൺ our decision ultimately. ഒരു സെപ്പറേറ്റ് ടൈം, ഒരു ഡിസിഷൻ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ഇവിടെ ഇറങ്ങി വരും. ആ കാത്തിരിക്കുന്ന ആ പിതാവിന്റെ അടുത്തേക്ക്, ഇടപെടാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് ഓടി അണയാനായിട്ട് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാം ഈ നിമിഷം. ഇഫ് പോസിബിൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിരക്കുകളുടെയും നടുക്ക് ഒരല്പനേരം കർത്താവിന് വേണ്ടി കൊടുക്കുവാനായിട്ട്, ഒരല്പ സമയം ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് നമുക്കൊന്ന് മാറ്റിവെക്കാൻ ശ്രമിച്ചാലോ? ദൈവത്തിന് സമയം കൊടുത്താൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിലൊക്കെ ഇടപെടും. നമ്മൾ കാണുന്നുണ്ട് തിരുവചനത്തിൽ വീണ്ടും, എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ ദൂതന്മാരുടെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ മാത്രമല്ല വരും ലോകത്തിലും നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് ആ തിരുവചനത്തിന്റെ അർത്ഥം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയിൽ വളരാൻ സാധിക്കട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജർമ്മനിയുടെ പലഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാവരും പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് ഐക്യത്തിൽ വിശുദ്ധി പ്രാപിച്ച് ജർമ്മനിയിൽ ഉടനീളം അതുപോലെ തന്നെ പുറത്തേക്കും എല്ലായിടത്തേക്കും വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ്. ഒന്നുകൂടി ഒന്ന് ശാന്തമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവന്ന ചോദ്യം ഒന്നുകൂടി കൊണ്ടുവരാം. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒന്ന് ശാന്തമായിരുന്നുകൊണ്ട് ഈ ഒരു ക്രൈസിസിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും ഞാൻ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഇത് എങ്ങനെ ബാധിച്ചു? കൂടുതൽ ശക്തമാക്കിയോ, അതോ പഴയ അവസ്ഥയിൽ തന്നെ ഞാൻ തുടരുന്നോ, അതോ എനിക്ക് അനുദിനമുള്ള കൂതാശകളും ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ എവിടെയെങ്കിലും ആ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയോ എന്ന് നമ്മളോട് തന്നെ ഒന്നുകൂടി ചോദിക്കാം. നമ്മൾ ആദ്യം നമ്മുടെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ചു. ഒന്നുകൂടി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഈ കേട്ട ഒരു ഷെയറിങ്ങിന്റെ ബേസിൽ എങ്ങനെ ആ ബന്ധത്തിൽ എനിക്ക് പ്രാർത്ഥനയിൽ ആ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കാൻ സാധിക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. പലപ്പോഴും കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഗ്യാതറിങ്ങുകളും ഒരുപക്ഷെ നമ്മളെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്ന കൂട്ടായ്മകളും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദൈവവുമായിട്ട് ഒട്ടി നിന്നവർക്കൊക്കെ ആ ദൈവിക സാന്നിധ്യം നിരന്തരം അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോഴൊക്കെ ഒരുപക്ഷെ കൂദാശകളൊക്കെ സ്വീകരിക്കാൻ പറ്റാതിരുന്നപ്പോൾ പോലും അനുദിന പ്രാർത്ഥന ഒരു ശീലമായവർക്ക് ദൈവം നിരന്തരം കൂടെയുള്ള ആ ഒരു അവബോധത്തിൽ ജീവിക്കുവാനായിട്ടും ഒരിക്കലും ഒരു നിരാശയിലേക്കോ ഭയത്തിലേക്കോ കടന്നു പോകാതെ ഇതൊക്കെ കർത്താവിന്റെ ആ ഒരു കൃപയുടെ കരുതലിന്റെ തണലിലായിരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
ഒരുപക്ഷെ എനിക്കത് സാധിച്ചില്ല എങ്കിൽ പക്ഷെ നമുക്ക് പറയാം, കർത്താവെ, ഒരിക്കൽ കൂടി ഒരു പുതിയൊരു കമ്മിറ്റ്മെന്റ് എടുക്കുവാനായിട്ട്, നിന്നോടൊപ്പം സമയം ചെലവഴിക്കുവാനായിട്ട്. നമ്മൾ ഒത്തിരിയേറെ കേൾക്കുന്നു ക്വാറന്റൈനെ കുറിച്ച്, ഒറ്റയ്ക്കിരിക്കുന്നതിനെ കുറിച്ചൊക്കെ, മാറി നിൽക്കുന്നതിനെ കുറിച്ചൊക്കെ. ഈ ഒരു സ്പിരിച്വൽ ഒരു ക്വാറന്റൈൻ, ഞാനും എൻ്റെ കർത്താവുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് സമയം, അങ്ങനത്തെ ഒരു ക്വാറന്റൈൻ ടൈം എൻ്റെ ലൈഫിൽ ഉണ്ടാകുവാനായിട്ട്, അത് ഒരു രോഗാണു ബാധിക്കാതിരിക്കുവാനായിട്ട് ഞാൻ ഭയപ്പെട്ട് മാറിയിരിക്കുന്ന ഒരു സമയമല്ല, മറിച്ച് എൻ്റെ കർത്താവിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ജോലി മേഖലയിലും എൻ്റെ ശുശ്രൂഷ മേഖലയിലും എനിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ കൃപകളും സ്വീകരിച്ച് ഞാൻ ശക്തിപ്പെടുന്ന നിമിഷങ്ങളാണ് ദൈവവുമായിട്ടുള്ള എൻ്റെ ഒരു ക്വാറന്റൈൻ ടൈം. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വ്യക്തിപരമായ എൻ്റെ പ്രാർത്ഥനയുടെ സമയം. ഒരു ജീസസ് യൂത്തായ എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന യോഗ്യത, എന്നെ ഒരു ജീസസ് യൂത്ത് ആണ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. അതാണ് എന്നെ ഒരു ജീസസ് യൂത്താക്കി മാറ്റുന്നത്. ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ ഇപ്പോൾ നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ ഒരു തീരുമാനമെടുക്കാം. ദൈവമേ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നോടൊപ്പം സമയം ചെലവഴിക്കുവാനായിട്ട്, ഏകാന്തതയിൽ അവിടുന്ന് പിതാവിനോടൊപ്പം സമയം ചെലവഴിച്ചതുപോലെ കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ സകല തിരക്കുകൾക്കിടയിലും, എൻ്റെ ജോലിയുടെ തിരക്കുകൾക്കിടയിലും ഒന്നും പരാതി പറയാതെ, പരിഭവം പറയാതെ അങ്ങയോടൊപ്പം ചെലവഴിക്കുന്ന കുറച്ച് സമയം കണ്ടെത്തുമെന്നുള്ള ഉറച്ച തീരുമാനം, ആ ഒരു ഡിസിഷൻ എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ 1 മിനിറ്റ് നിശബ്ദമായിരുന്നു ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ, വ്യക്തിപരമായ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എങ്ങനെ അതിനെ എനിക്ക് കൂടുതൽ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ ഞാൻ ആ ഒരു മേഖലയിൽ സ്ട്രഗിൾ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ജീവിതത്തിൽ അത് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എനിക്ക് ഒരു തീരുമാനം നമുക്ക് എടുക്കാം തമ്പുരാന്റെ മുമ്പിൽ. ആമേൻ. ഒന്നുമില്ല, നമ്മളൊന്ന് പെട്ടെന്ന് തിരിച്ചു വന്ന് ഇത്രേ ഉള്ളൂ. ഞാൻ ഒരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. നമ്മളെ ഗ്രൂപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നതിന് മുമ്പേ നമ്മൾ ഗ്രൂപ്പായി പോയി. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കാണുക. നിങ്ങൾക്ക് ഇപ്പൊ കാണാമോ? നിങ്ങൾക്ക് ഇത് സ്ക്രീൻ കാണാമല്ലോ അല്ലേ? സോറി, നമ്മൾ ഈ കേട്ടതിന്റെ ബേസിൽ ഒരു 2 തോട്ട് ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് ഒരു 10-20 മിനിറ്റ് ഉണ്ട്. നമുക്ക് 4:50 വരെ സമയമുണ്ട്. സോറി, 5:50 വരെ. അവിടുത്തെ സമയം എത്രയാണ്? ഞാൻ ഇടയ്ക്ക് എന്റെ സമയത്ത് നോക്കിപ്പോയി. ഒന്ന്, വാട്ട് ആർ ദ ചലഞ്ചസ് ഐ ഫേസ് ടു സ്റ്റാർട്ട് ഓർ കണ്ടിന്യൂ മൈ പ്രാർത്ഥന. എന്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഇപ്പോൾ ഉള്ളവരാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചസ് എന്തൊക്കെയാണ്? എനിക്ക് ഇതുവരെ തുടങ്ങാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ഈ സംഭവം ഒന്ന് തുടങ്ങാൻ പറ്റാത്തത്? എന്താണ് എന്റെ ഒരു പ്രശ്നം? നമുക്കത് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാം. നമ്മുടെ കൂട്ടുകാരാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹായിക്കാനും ഉള്ളവരാണ്. ഒരുപക്ഷെ അവർ ഷെയർ ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാകുന്നത് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം. അപ്പൊ നമ്മുടെ ചലഞ്ചസ് നമ്മൾ പറയൂ, എന്തുകൊണ്ട് എനിക്ക് തുടങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് തുടരാൻ പറ്റുന്നില്ല എന്നുള്ള. 2, ആർക്കെങ്കിലും ഒരു പേഴ്സണൽ പ്രേയറിന്റെ സമയത്തുള്ള ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതെന്തോ ആയിക്കൊള്ളട്ടെ. ചെറിയൊരു ദൈവാനുഭവം ആയിരിക്കാം, ചെറിയൊരു തമ്പുരാൻ ഗൈഡ് ചെയ്തായിരിക്കാം, എന്തെങ്കിലും ഒരു കുഞ്ഞു അനുഭവമാണ് നമുക്കൊന്ന് പറയാം. ആദ്യത്തെ ക്വസ്റ്റൻ ഒന്ന് ഓൾ റൗണ്ട് എടുക്കുക. അതിനുശേഷം ആർക്കെങ്കിലും ഇങ്ങനത്തെ കൊച്ചു അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ 5:50 ആകുമ്പോൾ തിരിച്ചു വരും കോമൺ ഗ്രൂപ്പിലേക്ക്. ഒന്ന് ഷെയർ ചെയ്യാവോ? ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാളെങ്കിലും എന്തായിരുന്നു നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന ചില കോമൺ ചലഞ്ചസ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ വേണ്ട, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫേസ് ചെയ്ത് ഗ്രൂപ്പ്. ആരൊക്കെയായിരുന്നു ഗ്രൂപ്പ്? ജോജോയുടെ ഗ്രൂപ്പിൽ ആരായിരുന്നു? പറഞ്ഞു തുടങ്ങി.
ബ്രീഫായിട്ട് പറഞ്ഞാൽ മതി, ഒരു 1 minute ഷെയറിംഗ്. ഓക്കെ, രണ്ടുപേരുടെയും കൂടി ഞങ്ങള് രണ്ടുപേരും ഷെയർ കോമൺ ആയിട്ട് കേട്ടത്. ഇതിന് മുന്നുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഒത്തിരി സ്ട്രോങ് ആയിട്ട് നിന്ന പേഴ്സണൽ പ്രെയർ ഇപ്പം കുറഞ്ഞു വരുന്ന ഒരു ഇതാണ്. കുറഞ്ഞു വരുന്ന പല സാഹചര്യങ്ങളും കൊണ്ട് കുറഞ്ഞു വരുന്നതാണ് ചേട്ടനൊക്കെ ഷെയർ ചെയ്തപ്പം പറഞ്ഞത്. വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ടൈം കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം ഒരു എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്താണെങ്കിലും ചെയ്യാനായിട്ട് എഫേർട്ട് ഇട്ടാൽ പോലും പിന്നെയും നമ്മുടെ ഉള്ളിലൊരു ചിന്ത വരുന്ന രീതിക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഹെൽത്തിനത് വെച്ചാൽ ആ ഒരു സമയം മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ട്. ബാക്കി രാത്രിയും പകലൊക്കെ പിള്ളേരുടെ കൂടെ തന്നെ ആയിരിക്കുമ്പം ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടൈം ഒരു ചലഞ്ചാണ്. പിന്നെ ജോലി തിരക്കുകളും അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മള് ഒരു സ്ട്രക്ചർ ഇല്ലാത്ത ഒരു അവസ്ഥ. മിക്കപ്പോഴും നമ്മുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നതും ഒരു പരാതി പറച്ചിലെന്ന രീതിക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങൾ പറയുന്ന രീതിക്ക് മാത്രം കൺസേൺ ആയി പോകുന്ന അത് മെയിൻ ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അടുത്ത ഗ്രൂപ്പ് ആരായിരുന്നു? അടുത്ത ഗ്രൂപ്പ് സുനിത ചേച്ചിയും സ്റ്റെഫിയും ഞാനുമായിരുന്നു. ഞങ്ങള് 3 പേരായിരുന്നു ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ഞങ്ങളുടെ ചാലഞ്ച് എന്ന് വെച്ചാല് ഒന്നാമത്തെ രാവിലെ മടി ഒരു ചെറിയ ചാലഞ്ചാണ്. പിന്നെ ഫോൺ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ വിളിക്കാനുള്ള ആ ഒരു ടെൻഡൻസി. അപ്പം പിന്നെ നമ്മൾ പേഴ്സണൽ പ്രെയർ നമ്മൾ അങ്ങ് വിട്ടുപോകുന്നു. ആ ഒരു 2 സാധനമാണ് ഞങ്ങൾ പറഞ്ഞത് ചാലഞ്ചായിട്ട്. എൻ്റെ ഗ്രൂപ്പില് ഞാന്, ഹിൽഡ ചേച്ചി, ജിപ്പി ചേച്ചി, ഞങ്ങൾ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ട് പറഞ്ഞത് ഞങ്ങൾ 3 പേരും പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു. നാട്ടിലായിരുന്നപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ മെയിൻലി ടയർഡ്നെസ്, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു ക്ഷീണം, പിന്നെ അടുത്തൊരു റീസൺ മടി, പിന്നെ ടൈം മാനേജ്മെന്റ്, കൂടുതൽ ടൈം ഫോണിൽ സ്പെൻഡ് ചെയ്യാന്നുള്ളത്. പ്രത്യേകിച്ച് ഇവിടുത്തെ സമയം, നാട്ടിലെ സമയം, അങ്ങനെ ഫോൺ കോളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും കറക്റ്റ് ഉറങ്ങേണ്ട സമയം പിറ്റേ ദിവസം ഡ്യൂട്ടിയുടെ സമയമാകുന്നു. ദെൻ പിന്നെ പറഞ്ഞത് മടുപ്പ്. ലൈക്ക് അതിന്റെ കുറച്ച് റീസൺ, പ്രത്യേകിച്ച് മറ്റുള്ളവരിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡീമോട്ടിവേഷൻ ഉണ്ടാകുമ്പോൾ, പിന്നെ ഫാമിലിനെ മിസ് ചെയ്യുന്നു, പിന്നെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ, ഇത്രയും തന്നെ ഞങ്ങൾ ഷെയർ ചെയ്തു. ഗ്രൂപ്പ് ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പ് സ്റ്റെല്ല ചേച്ചി, നിരു ചേച്ചി. അപ്പൊ ഞങ്ങൾ കുറച്ച് പോയിന്റ്സ് ഷെയർ ചെയ്യുന്ന വെച്ചാല്, മടി ഒരു റീസൺ ആണ്. രാവിലെ ഒരു ഫിക്സഡ് ടൈം വെക്കാണ്ട് ഉറക്കാൻ ചിലപ്പോൾ ഒരു ടെംപ്ടേഷൻ ആയിരിക്കും. അത് കാരണം പേഴ്സണൽ പ്രെയർ നടത്താൻ പറ്റാത്തത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ ഇപ്പം ഫാമിലി ആയവർക്ക് ഡെഫിനറ്റ്ലി ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈശോയോട് സംസാരിക്കാൻ പറ്റും, തുറന്ന് സംസാരിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഇപ്പം ഹസ്ബൻഡ് ഉണ്ട്, അല്ലെങ്കിൽ കൊച്ചുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സാഹചര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് ഈശോയോട് സംസാരിക്കാനുള്ള ഒരു ഇത് വരാതെ, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും പിള്ളേരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സമയത്ത് മാത്രം ഷെയർ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഈശോയോട് സംസാരിക്കാൻ പറ്റുന്നു. പിന്നെ അങ്ങനത്തെ ഇതാണ്. ഗ്രൂപ്പല്ലേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? നമുക്കൊരു നിമിഷം ഒന്ന് നമ്മൾ ഈ പങ്കുവെച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഒരു രീതി പറഞ്ഞാൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റെ ദൈവവുമായിട്ട് പങ്കുവെക്കുന്ന സമയം. നമ്മൾ ഈ കേട്ടതെല്ലാം വളരെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് ആണ്. ഒരു നിമിഷം നമുക്ക് അവയെല്ലാം കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാം. ഈശോയെ, നിന്നോട് ചേർന്നിരിക്കുവാനായിട്ട്, നിന്നിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന എന്തു തന്നെയായാലും ഈശോ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ വിട്ടുതരുന്നു. കർത്താവ്, പലപ്പോഴും എൻ്റെ ജീവിതത്തെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ, എൻ്റെ ജീവിതത്തിലെ മറ്റു തിരക്കുകളുടെ ഇടയിൽ പലപ്പോഴും ഞാൻ മാറ്റിവെക്കുന്നത് ഈശോയെ നീയുമായിട്ട് പങ്കുവെക്കുന്ന ഒരു സമയമാണ്. കർത്താവ്, അവിടെ ഞാൻ മറന്നു പോകുന്നത് നിന്നോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ എൻ്റെ ബാക്കി ജീവിതം എങ്ങനെ ക്രമപ്പെടുന്നു എന്നുള്ളത് ഞാൻ വിട്ടുപോകുന്നു ഈശോയെ.
അരമണിക്കൂർ നിന്നോടൊപ്പം പങ്കുവെക്കുമ്പോൾ കർത്താവെ, എൻ്റെ അനേകം മണിക്കൂറുകൾ ഞാൻ ലാഭിക്കുകയാണെന്നുള്ള ഒരു വലിയ ബോധ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു പലപ്പോഴും ദൈവം. അല്ലെങ്കിൽ നീ നൽകിയ അനുഗ്രഹങ്ങൾ തമ്പുരാനെ, നീ നൽകിയ മറ്റു പല കാര്യങ്ങളും അത് കേറ്റർ ചെയ്യുമ്പോൾ ഈശോയെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നീയുമായിട്ട് പങ്കുവെക്കുന്ന സമയം നഷ്ടപ്പെട്ടു പോകും ദൈവം. കർത്താവ്, ഈ ഒരു ബലഹീനമായ എൻ്റെ ഈ ഒരു അവസ്ഥയെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു തമ്പുരാനെ. ഇന്ന് ഞങ്ങളിവിടെ ഒരുമിച്ച് വരുമ്പോൾ, ഞങ്ങളെല്ലാവരും ഇത് പങ്കുവയ്ക്കുമ്പോൾ, എനിക്ക് വേണ്ടിയും എന്നോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ദൈവം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീ ഞങ്ങളെ വിളിച്ചത് നിന്നോട് കൂടെ ആയിരിക്കുവാനാണ്. ഞങ്ങൾ ചെയ്യുന്ന മറ്റെന്തിനേക്കാൾ ഉപരിയായി നിന്നോട് കൂടെ ആയിരിക്കുക എന്നാണ് ഈശോ നീ ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായ ഒരു ബന്ധത്തില് കർത്താവ്, നീയുമായ ഒരു ബന്ധത്തിലായിരിക്കുക എന്നുള്ളതാണ് നീ ഏറ്റവും വില കൊടുക്കുന്നത്. നിന്നെ സംബന്ധിച്ച് മറ്റെല്ലാം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ഞങ്ങൾ അറിയും ദൈവമേ. ഞങ്ങളെ പേര് പൊല്ലിച്ച് നീ വിളിച്ചത് നീയുമായിട്ടുള്ള ബന്ധത്തിൽ വളരുവാനായിട്ടാണ് ദൈവമേ. കർത്താവ്, ഈ നിമിഷം ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും, ഞങ്ങളുടെ ജോലിയോ ഞങ്ങളുടെ സമയത്തിന്റെ കുറവോ ഞങ്ങളുടെ അലസതയോ മറ്റെന്തുമായിക്കൊള്ളട്ടെ ദൈവമേ, ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന, ഞങ്ങളുടെ പേഴ്സണൽ പ്രയോജനം തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും തിരുസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് 2 കരവും ഉയർത്തി നമുക്കൊന്ന് ഒരു നിമിഷം തമ്പുരാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഒരു വലിയ വിടുതൽ ലഭിക്കുവാൻ വേണ്ടി, കർത്താവിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകുവാൻ വേണ്ടി, പ്രാർത്ഥനയുടെ ഉള്ള എല്ലാ മടിയും അലസതയും എടുത്തു മാറ്റുവാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളും യേശുനാമത്തിന്റെ ശക്തി മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരു പുതിയ മനുഷ്യരാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ ശക്തി സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി യേശുവേ, ഞങ്ങളുടെ അലസതയെ നീ എടുത്തു മാറ്റണം, വടിയെ നീ എടുത്തു മാറ്റണമേ. സമയം കണ്ടെത്തുവാനുള്ള കൃപ തരണമേ. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള സ്ഥിരത നൽകണമേ. Thank you, Lord. Hallelujah. Hallelujah. Amen. ആമേൻ. നമ്മളെ അനുഗ്രഹിക്കണം. നമ്മളെടുത്ത പുതിയ തീരുമാനത്തില് ഉറച്ചു നിൽക്കുവാനായിട്ട്, മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. നമ്മൾ ഈ പറഞ്ഞ എന്ത് തടസ്സമായിക്കൊള്ളട്ടെ, നമുക്കൊരു നമ്മളെടുക്കുന്ന ഒരു തീരുമാനം അത് ഇന്ന് മുതൽ പ്രാവർത്തികമാക്കാൻ പറ്റുവാണ്. നമ്മളൊക്കെ കേൾക്കാറുണ്ട്, 21 ദിവസം നമ്മളൊരു കാര്യം ചെയ്താൽ നമ്മുടെ ശീലമായി മാറും. എത്ര വലിയ തടസ്സമാണെങ്കിലും, നമ്മൾ ഈ പറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും അതിനെല്ലാം പരിഹാരമുള്ളത്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ലോകത്തുള്ള മറ്റു പലരെക്കാളും അനേകം ഭാഗ്യപ്പെട്ടവരാണ് നമ്മൾ. സമയത്തിന്റെ കാര്യത്തിലായാലും, സമ്പത്തിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ ഭവനമായിക്കൊള്ളട്ടെ, നമ്മുടെ കുടുംബമായിക്കൊള്ളട്ടെ, അടച്ചുറപ്പുള്ള ഒരു കെട്ടിടമായിക്കൊള്ളട്ടെ, നമുക്ക് ദൈവം അനേകം ബ്ലെസ്സിങ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരിക്കലും ഈ പറഞ്ഞ, ഞാൻ ഒരിക്കലും ജഡ്ജ് ചെയ്യുന്നില്ല, പക്ഷെ ഈ ഒരു ചെറിയ കാര്യങ്ങളുടെ പുറകില് കർത്താവുമായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന് ഒഴിവാക്കുന്നതിനൊരു ന്യായമല്ല ഇതൊന്നും നമ്മൾ പറഞ്ഞു. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ തന്നെ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് അറിയാതെ നമ്മൾ കണ്ടെത്തി പോകുന്ന കാരണങ്ങളാണ് ഇതെല്ലാം. നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം ദൈവമേ ഈ ഒരു അവസ്ഥയെ അതിജീവിക്കുവാനായിട്ട്. നമ്മൾ പറഞ്ഞ പോലെ നമുക്കൊരു പക്ഷേ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തുമ്പോൾ ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. മറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ അതൊക്കെ വളരെ സ്മൂത്തായിട്ട് ജീവിതത്തിൽ നടക്കുന്നത് കണ്ടവരും അനുഭവിച്ചവരും നമ്മൾ ഓരോരുത്തരും. 5 മണിക്കൂർ കൊണ്ട് ഞാൻ പഠിച്ചത് ഒരു പക്ഷേ എൻ്റെ പഠന കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചിട്ട് പഠിച്ചപ്പോൾ 2 മണിക്കൂർ കൊണ്ട് പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്ക് മേടിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലെങ്കിൽ അനേക ദിവസങ്ങൾ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് പോകുന്നത് പ്രാർത്ഥിച്ചൊരുങ്ങി പോയപ്പോൾ വളരെ നിസ്സാരമായിട്ട് അതിനെ ഫേസ് ചെയ്തവരാണ് നമ്മൾ ഓരോരുത്തർ. അല്ലെങ്കിൽ ഒരു IELTS കിട്ടാൻ വേണ്ടി അനേക വർഷങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്തത് 1-2 ശ്രമത്തിലൊക്കെ പ്രാർത്ഥിച്ച് നേടിയെടുത്തവരാണ് നമ്മൾ. അപ്പോൾ അത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഭവം അത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ ഈ ഒരു പ്രാർത്ഥന ദൈവമായിട്ട് വ്യക്തിപരമായിട്ട് നമ്മൾ പങ്കുവെക്കുന്ന ഈ ഒരു നിമിഷം എന്ന് പറയുന്നത്. മറിച്ച് അത് ശരിയാകുമ്പോൾ അതിനോട് ചുറ്റുമാണ് ബാക്കിയെല്ലാം ശരിയാകുന്നത്. അതിന്റെ ചുറ്റിനുമാണ് എൻ്റെ ജീവിതത്തെ ഞാൻ കെട്ടിപ്പടുത്താൻ പോകുന്നത്. അതിന്റെ ചുറ്റുമാണ് എൻ്റെ ജീസസ് ജീവിതത്തെ ഞാൻ കെട്ടിപ്പടുത്താൻ പോകുന്നത്. അതിന്റെ ചുറ്റുമാണ് എൻ്റെ മിനിസ്ട്രി ഞാൻ കെട്ടിപ്പടുത്താൻ പോകുന്നത്. അവിടെയാണ് ഒരു ക്രമം ഉണ്ടാകുന്നതും നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ പോകുന്നത്. ഒരു പക്ഷേ 2 രീതിയിലും നമ്മളിപ്പോൾ പറഞ്ഞ എക്സ്ക്യൂസസിനെ നമ്മൾ 2ആയിട്ട് തിരിക്കുകയാണെങ്കിൽ, ഒന്ന് നമ്മുടെ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ ജോലി, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, ഇതെല്ലാം ദൈവം നൽകിയ അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങൾ ഒരു പക്ഷേ തടസ്സമായിട്ട് മാറാം. നമ്മൾ അതിനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം ഈ അനുഗ്രഹങ്ങളെല്ലാം ജീവിതത്തിലേക്ക് തന്നപ്പോൾ ഇന്ന് അനുഗ്രഹം അല്ലേ ഒരു തടസ്സമായി മാറും. നമ്മൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മൾ
നല്ല കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അതെല്ലാം കിട്ടിയപ്പോൾ ഇന്ന് അത് കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് നമ്മൾ പറയും. ഒരിക്കലും അനുഗ്രഹം ഒരു തടസ്സമായി അല്ല മാറേണ്ട ജീവിതത്തിൽ, മറിച്ച് ആ അനുഗ്രഹങ്ങൾ ദൈവത്തിന് നന്ദി പറയാനായിട്ടുള്ള ഒരു അവസരമായിട്ട് മാറുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു അനുഗ്രഹം എന്റെ മടിയിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഇത് പ്രാർത്ഥനയിൽ തന്നെ മാറ്റാനായിട്ടുള്ളൊരു കാരണമല്ല, മറിച്ച് ദൈവത്തിലേക്ക് വീണ്ടും അടുപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് നമ്മുടെ പ്രശ്നങ്ങളാണ്, നമ്മുടെ ക്രൈസിസ്, നമുക്ക് ഉണ്ടാകുന്ന മടുപ്പ് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ദൂരെ ആയിരിക്കുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഉണ്ടാകുന്ന ക്രൈസിസും പ്രാർത്ഥനയിൽ നിന്ന് മാറ്റുന്ന ഒരു ഘടകമല്ല, മറിച്ച് പ്രാർത്ഥിക്കാനുള്ള കാരണം അത്. പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ക്രൈസിസിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ഗ്രേസ് കിട്ടുന്നത്, കൃപ കിട്ടുന്നത്. പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ക്രൈസിസിനെ ദൈവത്തോട് ചേർന്ന് നമുക്ക് അതിനെ നേരിടാൻ പറ്റുന്ന ശക്തി കിട്ടുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചു കാണും. പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ നേരിട്ടപ്പോൾ നമുക്ക് അതിനുള്ള ധൈര്യം കിട്ടി ഫേസ് ചെയ്യാനായിട്ട്. കൊറോണ അല്ല എന്ത് വന്നാലും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യമുള്ളവർക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. തീർച്ചയായിട്ടും മുൻകരുതലുകളൊക്കെ എടുത്തു, പക്ഷെ അതേസമയം തന്നെ നമ്മൾ നിരാശയിലേക്കോ ഭയത്തിലേക്കോ എത്രയോ പേർ ആത്മഹത്യ ചെയ്തു. കാരണം അവർക്ക് പ്രത്യാശയില്ല നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്ലെ ഇതിന് ശേഷം എന്തെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഒരു ജോലി പോയി, ചെറിയൊരു തടസ്സം വന്നപ്പോഴത്തേക്കും ജീവിതത്തിന്റെ അവസാനമാണെന്ന് ചിന്തിക്കുന്ന അനേകരെ നമ്മൾ ഈ 2-3 മാസം കൊണ്ട് തന്നെ കേരളത്തിൽ തന്നെ എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടവരാണ്. മറിച്ച് ഈ ക്രൈസിസ് എന്റെ പ്രാർത്ഥിക്കാനായിട്ട് കൂടുതൽ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാരണമായിട്ടാണ് ഈ അനുഗ്രഹവും ക്രൈസിസും രണ്ടും മാറേണ്ടത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്നിൽ ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ എൻ്റെ പ്രയർ ലൈഫ് തുടങ്ങാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം നിരന്തരം നമ്മളോട് കൂടെ ഉണ്ടാകും. ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചേച്ചിമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, നമുക്കത് സാധിക്കത്തില്ല, അല്ലെ? ഞാനും ഇതൊക്കെ ചിന്തിച്ചതാണ്. ഒരു കൊച്ചായപ്പോൾ 2 കൊച്ചായപ്പോൾ ദൈവമേ എൻ്റെ ഷെഡ്യൂൾ മാറുന്നു, സമയം മാറുന്നു. പക്ഷെ ഇവിടെ 5-6 പിള്ളേരുള്ള ഫാമിലി വളരെ കുത്തിയിരുന്ന് രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ എനിക്ക് പോയിട്ട് പറയാൻ പറ്റില്ല അവരോട് ഈ ന്യായം, എന്നെ അവർ ഓടിക്കും. കാരണം ഇവിടെ 5-5-5-ലധികം ഉള്ള ജീസസ് യൂത്ത് ഫാമിലി ഒരുപാടുണ്ട്. അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ സമയമുണ്ട്, പ്രാർത്ഥിക്കാൻ സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. അപ്പൊ ഈ 2 ആൺപിള്ളേരുള്ള ഞാൻ പോയിട്ട് ദൈവമേ പിള്ളേർ കാരണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെന്നെ ഓട്ടിക്കണ വഴി പുല്ല് കളിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ അവിടെ നമ്മുടെ ഒരു മനോഭാവം മാറാം, അവിടെ എന്റെ ചിന്ത മാറാൻ തുടങ്ങി. ഇതിനിടയിൽ എങ്ങനെ സമയം കണ്ടെത്താമെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ദൈവം കാര്യങ്ങൾ ക്രമപ്പെടുത്തി തരുന്നത് കാണാൻ പറ്റും. നമുക്കൊരു ഡിസയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അതിനുള്ള അവസരം ഉണ്ടാക്കി തരും. ആ ഒരു ചിന്ത. അജിയച്ചാ സ്തുതിയായിരിക്കട്ടെ. എന്റെ ഗുരു വന്ന് കയറിയിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ഫ്ലോ ആയി. തമാശ പറഞ്ഞു. താങ്ക് യു ഫോർ ജോയിനിങ് അസ്. ഞങ്ങളിങ്ങനെ പേഴ്സണൽ പ്രയറിനെ കുറിച്ചായിരുന്നു ചിന്തിച്ചത്. ഒരു ഷെയറിങ് നടത്തി, ഞങ്ങൾ ഗ്രൂപ്പിൽ പോയി ഷെയർ ചെയ്ത് തിരിച്ചു വന്ന് ഞങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യുമായിരുന്നു ആ ഒരു ഷെയറിങ്, പേഴ്സണൽ പ്രയറിനെ കുറിച്ചുള്ള ഒരു ഷെയറിങ്. ഓക്കെ, അപ്പൊ നമ്മൾ അതാണ് പറഞ്ഞു വന്നത്. നമ്മുടെ ഈ 2 കാറ്റഗറി എക്സ്ക്യൂസസിനെ മുഴുവൻ നമ്മൾ 2ആയിട്ട് തിരിച്ചു. ഒന്ന് നമ്മുടെ അനുഗ്രഹങ്ങൾ തടസ്സമായി മാറുന്നു, 2 നമ്മുടെ ക്രൈസിസ് തടസ്സമായി മാറുന്നു. ഇന്നു മുതൽ നമുക്ക് ഇത് രണ്ടും നേരെ തിരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാം. ഈ അനുഗ്രഹങ്ങൾ എങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാൻ കാരണമാക്കി മാറ്റാം. ദൈവത്തിന് നന്ദി പറയാം, നിരന്തരം നന്ദി പറയാനുള്ള അനുഗ്രഹം ഇതിനോടകം തന്നെ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആർക്കും ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും പറയാൻ പറ്റത്തില്ല എനിക്ക് മരണം വരെ നന്ദി പറയാനുള്ള കാര്യം ദൈവം തന്നിട്ടുണ്ട്. അത് തന്നെ പ്രാർത്ഥനയാക്കി മാറ്റാം. അല്ലെങ്കിൽ എന്റെ തടസ്സം എന്തു ആയിക്കൊള്ളട്ടെ, എന്റെ ക്രൈസിസ് എന്തു ആയിക്കൊള്ളട്ടെ, എന്റെ അലസത മടി അത് എന്തു ആയിക്കൊള്ളട്ടെ, അതിനെ ഒരു പ്രാർത്ഥിക്കാനുള്ള കാരണമാക്കി മാറ്റിക്കൊണ്ട് ഞാൻ ഇന്നു മുതൽ അതിനുവേണ്ടി മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ചിന്തയിലൂടെ എന്തു തന്നെയായാലും ഈ ഒരു ദൈവവുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിപരമായ നിമിഷം എൻ്റെ ജീവിതത്തിൽ അല്ലാതെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് എൻ്റെ ജീസസ് യൂത്ത് ലൈഫ് സ്റ്റൈല് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നമ്മൾ വെറുതെ എന്താ പറയണേ, ബീറ്റിംഗ് അറൗണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ കുറെ ഹാർഡ് വർക്ക് ചെയ്ത് അവസാനം ബേൺ ഔട്ട് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് നമുക്ക് അവിടെ തുടങ്ങാം. ഒരു ചിന്തയും കൂടെ നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് പങ്കുവയ്ക്കാൻ എൻ്റെ മനസ്സിലേക്ക് വന്നു. നമ്മളെല്ലാവരും ഇന്ന് യൂറോപ്പിലാണ്. ഞാൻ കുറച്ച് മുമ്പ് വേറൊരു യൂറോപ്യൻ കൺട്രിയുടെ കൂടെയായിരുന്നു. പുതിയതായിട്ട് ജീസസ് യൂത്തിന്റെ ഒരു മിഷൻ തുടങ്ങി വരുന്ന ഒരു സ്ഥലമാണ് മാൾട്ട. 3 മണി തൊട്ട് നിങ്ങളുടെ 3 തൊട്ട് 4 വരെയുള്ള സമയം, നിങ്ങളുടെ അവരുടെ ഒരു സമയം. നിങ്ങളുടെ കൂടെ കയറുന്നതിന് മുമ്പ് അവരുടെ കൂടെ ആയിരുന്നു. നമ്മളെല്ലാം യൂറോപ്പിലാണ്. നമ്മളിവിടെ വന്നിരിക്കുകയാണ്, നഴ്സുമാരാണ്, ജോലി ചെയ്യുന്നു, മനോഹരമായിട്ട് പോകുന്ന ജീവിതം. പല ഇനീഷ്യൽ ക്രൈസിസ് ഒക്കെ ഫേസ് ചെയ്യുന്നവരുണ്ടാകും. സെറ്റിലാണ്, വീട് മേടിക്കണം, കുട്ടികളാകുന്നു, ഫാമിലി ആകുന്നു. നമ്മുടെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ലൈഫ് സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നു, ലൈഫിന്റെ ഒരു സിംഗിൾഹുഡ് മാറി മാരിറ്റൽ സ്റ്റാറ്റസിലേക്ക് വരുന്നു, ഫാമിലി വരുന്നു, പിള്ളേരുടെ എണ്ണം കൂടുന്നു, ഇതൊക്കെ നടക്കും. അപ്പം നമ്മൾ ഒന്നുകൂടി നിങ്ങളൊരു കഴിഞ്ഞ നമ്മൾ ഒരുമിച്ച് വന്നവര് ഒരു പക്ഷെ ചിന്തിച്ചു കാണുമായിരിക്കും, അല്ല ആദ്യമായിട്ട് വരുന്നവർക്ക് നമുക്കൊന്ന് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് എന്നെ ദൈവം ഇന്ന് ജർമ്മനിയിലായിരിക്കുവാനായിട്ട് അനുവദിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എന്നെ ദൈവം ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്.
എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഞാൻ യൂറോപ്പിലായിരിക്കുന്നതിനെ കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഞാൻ അയർലൻഡിലായിരിക്കുന്നതിനെ കുറിച്ചും നിങ്ങൾ ജർമ്മനിയിലായിരിക്കുന്നതിനെ കുറിച്ചും ഒരു പദ്ധതിയുള്ള ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 12:1 നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹാം ഒരു പ്രവാസിയായിട്ട് പോകും ദൈവം അയക്കുന്നു. അല്ല, നിങ്ങളുടെ പിതൃഭവനത്തെയും ദേശത്തെയും ബന്ധുജനങ്ങളെല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തോട്ട് പോകാനാണ് അബ്രാഹത്തോട് പറയുന്നത്. നമ്മളും അതുപോലെ വന്നിരിക്കുന്ന പിതൃഭവനോ ബന്ധുഭവനോ ബന്ധുക്കളും എല്ലാം നമ്മൾ നാട്ടിൽ വിട്ടിട്ട് ഇങ്ങനെ പോന്നിരിക്കുകയാണ്. ഒരു പ്രവാസിയാണ് നമ്മൾ, ഒരു മൈഗ്രന്റ് ആണ് നമ്മൾ. അബ്രാഹത്തിന് കാണിച്ചു കൊടുത്തത് ആ ദേശമായിരുന്നെങ്കിൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ജർമ്മനിയാണ്, അല്ലെങ്കിൽ അയർലൻഡാണ്, യൂറോപ്പാണ്. അപ്പം അന്ന് ദൈവം അബ്രാഹത്തിനെ അയച്ചപ്പോൾ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്നെ അയക്കുന്നതിന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എന്തിന് ദൈവം എന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു? നിരന്തരം ഞാൻ പറയുന്ന ഓരോ ജീസസ് യൂത്തും നമ്മൾ നിരന്തരം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ചോദ്യം. കാരണം നിരന്തരം ചോദിക്കേണ്ട ആവശ്യം എന്ന് വെച്ചാൽ നമ്മളിത് കൂടെ കൂടെ മറന്നുപോകും. നമ്മൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു കൊച്ചിൻ്റെ എണ്ണം കൂടുമ്പോൾ 2 കൊച്ചിൻ്റെ എണ്ണം കൂടുമ്പോഴത്തേക്കും നമ്മളിതങ്ങ് മറന്നുപോകും. എന്തിനാണ് നമ്മളെ ദൈവം ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ജോലിയിൽ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് നേഴ്സ് മാറി മാനേജർ ആകുമ്പോഴത്തേക്കൊക്കെ നമ്മളിതൊക്കെ മറക്കാനുള്ള ചാൻസ് ഭയങ്കരമാണ്. അപ്പം എനിക്ക് തോന്നുന്നു എന്തിനായിരിക്കും ദൈവം എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ? ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ചില ചിന്ത, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുമ്പിൽ ഇന്ന് കാണുന്ന ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് സഭ വളരെ കാര്യമായിട്ട് ഒരു യൂറോപ്പിന്റെ ഒരു നവസുവിശേഷവൽക്കരണം, ഒരു റീവാഞ്ചലൈസിങ് യൂറോപ്പിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് 1990-കളിൽ തുടങ്ങി 2010 മുതൽ നമുക്കറിയാം വളരെ കാര്യമായിട്ട് സഭ കൊടുത്തിരിക്കുന്ന ഒരു സഭയുടെ ഒരു പ്രയോറിറ്റിയാണ് യൂറോപ്പ്. ഒരു ക്രിസ്ത്യൻ കോണ്ടിനെന്റ് ആയിരുന്ന യൂറോപ്പ് ഇന്നൊരു പക്ഷെ നമ്മൾ കാണുന്ന ക്രൈസ്തവ മൂല്യങ്ങളൊക്കെ വലിയ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സഭ യൂറോപ്പിലെ ക്രൈസ്തവ മൂല്യങ്ങളെ വീണ്ടെടുക്കുവാനായിട്ട്, വിശ്വാസത്തെ വീണ്ടെടുക്കുവാനായിട്ട് സഭ വലിയ പ്രയോറിറ്റി കൊടുത്ത് സഭയുടെ ഒരു വലിയ പ്രാധാന്യത്തിലുള്ള ഒരു വിഷയമാണ്. അത് തന്നെ അങ്ങനെയാണ് ഈ ന്യൂ വാഞ്ചലൈസേഷൻ എന്നുള്ള ഒരു കാര്യം തന്നെ നമ്മൾ കാണുന്നതും ആ പദമൊക്കെ നമ്മൾ പരിചയപ്പെടുന്നതൊക്കെ യൂറോപ്പിന്റെ കൂടെ ഒരു വലിയൊരു കോണ്ടെക്സ്റ്റിലാണ്. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരു ജനത്തിന്റെ ഇടയിലേക്കാണ്, അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു തലമുറയിൽ നിന്ന് വിശ്വാസത്തിന്റെ വില അറിയാത്ത ഒരു തലമുറയിലേക്ക് ജീവിക്കുന്ന ഒരു പറ്റം ആളുകളുടെ ഇടയിലേക്കാണ് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത്. അവിടെ ആ ഒരു കോണ്ടെക്സ്റ്റ് ചിന്തിക്കുമ്പോൾ എന്തിനാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നത്? ഞാനിത് പറയാൻ പോകുന്ന വലിയ കാര്യങ്ങളൊന്നുമല്ല, മറിച്ച് പക്ഷെ ഇന്ന് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ അനേകം കാര്യങ്ങൾ കാണുന്നുണ്ട്. കേരളം എന്നൊരു കൊച്ചു സംസ്ഥാനത്ത് നിന്ന് തുടങ്ങിയ ധാരാളം മിനിസ്ട്രി, ജീസസ് യൂത്ത് മാത്രമല്ല ഞാൻ പറയുന്നത്, ജീസസ് യൂത്ത് പോലെയുള്ള മറ്റ് പല ശുശ്രൂഷകളും ഉണ്ട്. അവരിലൂടെയൊക്കെ ദൈവം ഇന്ന് ഇത്തരം രാജ്യങ്ങളിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ചെറിയ കൂട്ടായ്മകൾ കേരളത്തിൽ നിന്ന് തുടങ്ങിയ അല്ലെങ്കിൽ നവീകരണത്തിലൂടെ അനുഭവിച്ചു വന്ന പല കൂട്ടായ്മകൾ, ശുശ്രൂഷകൾ, ധ്യാനകേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ശാലോം പോലുള്ള മീഡിയകളിലൂടെയൊക്കെ ഇന്ന് യൂറോപ്പിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ നവസുവിശേഷവൽക്കരണത്തിന് ഇതൊക്കെ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ജീസസ് യൂത്ത്, പ്രത്യേകിച്ച് ഞാൻ ഈ ചിന്തിക്കായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ ഈ COVID-19 വന്നതിന് ശേഷമുള്ള പേരുടെ എടുത്താൽ പോലും, യൂറോപ്പിൽ എടുത്താൽ പോലും എത്ര മനോഹരമായിട്ടാണ് ദൈവം നമ്മുടെ മുന്നേറ്റത്തെ തന്നെ നയിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നതല്ല. അനേകം സാധനങ്ങൾ സ്റ്റക്കായ ഒരു സമയമാണ് നമ്മൾ കണ്ടത്, അല്ലേ? പക്ഷെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഞാൻ അയർലൻഡ് എടുത്താലും UK എടുത്താലും ഒക്കെ എനിക്ക്, നിങ്ങൾ ജർമ്മനി എടുത്താലൊക്കെ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും എത്ര മനോഹരമായിട്ട് ടെക്നോളജി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെ നടന്ന കാര്യങ്ങളെ ബിൽഡ് ചെയ്യാനും ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനും ഒക്കെയുള്ള ധാരാളം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞ പോലെ ഇന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ പണ്ട് ഞങ്ങൾ വല്ലപ്പോഴും മത്സ്യപ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് വന്നു. ഇന്ന് ദിവസവും രാവിലെയും വൈകിട്ട് മത്സ്യപ്രാർത്ഥന ഇവിടെ. പണ്ട് ഞങ്ങൾക്ക് വല്ലപ്പോഴും ഒരു ഫാമിലിക്ക് ഒരു സെമിനാർ ഉള്ളായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും ഇന്റർനാഷണൽ റിസോഴ്സസ് വന്നിട്ടുള്ള ഫാമിലി സെമിനാർസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സിന്ധു ചേച്ചി സുല്യാണ്ടൊക്കെ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഈ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് ദൈവരാജ്യം പടുത്തുയർത്തുവാനായിട്ട് ഈ COVID-19 ക്രൈസിസിനെ പോലും ഒരു സാധ്യതയാക്കി ദൈവം മാറ്റി തന്നിരിക്കുക. ഇന്ന് പണ്ട് നമുക്ക് പുറത്തുനിന്ന് ഒരു രാജ്യത്ത് റിസോഴ്സിനെ കൊണ്ടുവരാൻ പാടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് എവിടെ ഇരുന്നുകൊണ്ട് ഏത് റിസോഴ്സിനും കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സാഹചര്യം മാറിയിരിക്കുകയാണ്. നമുക്ക് പോലും ഇന്നൊരു ഫ്ലൈറ്റും എടുക്കാതെ എനിക്ക് ജർമ്മനി വന്ന് നിങ്ങളെ കാണാനായിട്ട് എത്ര കൂളായിട്ട് എൻ്റെ ഹാളിൽ ഇരുന്നുകൊണ്ട് എനിക്ക് നിങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞ ഇത്തരം ധാരാളം സാധ്യതകളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം, ദൈവമേ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? തീർച്ചയായിട്ടും ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു രാജ്യമാണിത്. ഇസ് ഇറ്റ് എ മിഷൻ കൺട്രി ഫോർ മീ? യൂറോപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഒരു മിഷൻ ഫീൽഡാണോ, അല്ലെങ്കിൽ ജർമ്മനി എന്ന് പറയുന്നത് എൻ്റെ ഒരു മിഷൻ ഫീൽഡായിട്ട് കാണാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? ദൈവം നമ്മളെ വിളിച്ചവരാണെന്ന് ബോധ്യമുള്ളാത്ത ഒരാൾ പോലും ഈ ഗ്രൂപ്പിൽ ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതുകൊണ്ട് വെളിയിലേക്കോ കാര്യത്തിലേക്കോ ഒന്നും പോകാതെ നേരെ നമ്മുടെ ഒരു മിഷനെ കുറിച്ച് തന്നെ പറയുന്നു. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും പകുതി ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. കാരണം നിങ്ങളൊക്കെ നിങ്ങളുടെ വിളിയോട്, നിങ്ങൾ പഠിച്ച കാലത്ത് എനിക്ക് നിങ്ങളെ അറിയാവുന്ന പലരെയും റെസ്പോണ്ട് ചെയ്തവരാ നിങ്ങൾ, മിഷനായിട്ട് പോയിരിക്കുന്നവരാ നിങ്ങൾ. പക്ഷെ ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ ഒരു പുതിയൊരു ബാറ്റിൽ ഫീൽഡ്, ഒരു മിഷൻ ഫീൽഡ് ദൈവം എൻ്റെ മുമ്പിലേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. എന്തായിരിക്കും നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്? ഒരു നേഴ്സായ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂറോപ്പിൽ? നമ്മൾ ഈ കാണുന്ന യൂറോപ്പ് എന്ന് പറയുന്ന വലിയൊരു സംസ്കാരം, വലിയൊരു കൾച്ചർ, അവിടുത്തെ ഒരു സെക്യുലറിസവും ഇൻഡിവിജ്വലിസവും, നമ്മൾ ഈ പറയുന്ന എല്ലാ ഇസങ്ങളും വലിയ ജയന്റ് ഇതായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ
ഒരു പാവം പാലായിൽ നിന്ന് വന്ന്, കോട്ടയത്തു നിന്ന് വന്ന്, തിരുവനന്തപുരത്തു നിന്ന് വന്ന്, കണ്ണൂരിൽ നിന്ന് വന്ന് എന്നെ കൊണ്ട് എന്നെ ചെയ്യാൻ പറ്റും? ഈ യൂറോപ്പിന്റെ മുമ്പിൽ വന്നിട്ട് ചേട്ടൻ എന്നെ പറയാൻ പോണേ ഞാനിവിടെ എന്ത് ചെയ്യണമെന്ന്? വലിയ കാര്യമൊന്നും അല്ല ഞാൻ പറയാൻ പോണേ. നിങ്ങൾ ജർമ്മനി കൺവെൻഷൻ നടത്താനോ വലിയ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയാൻ പോണേ. പക്ഷെ എനിക്ക് തോന്നണേ, നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ തന്നെ ചരിത്രം എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾ എത്ര പേർക്ക് അത് കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും. പാലായിൽ ഒരു സാധാരണ പെൺകൊച്ച് അന്ന് അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ ആരും ഇന്ന് നേഴ്സസ് മിനിസ്ട്രി എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുകയല്ലായിരുന്നു അല്ലേ? ആ ചേച്ചി അന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങാനായിട്ട് ഒരു ഒറ്റ പെങ്കൊച്ചെടുത്ത ഇനിഷ്യേറ്റീവാണ് ഇന്ന് ലോകം മുഴുവൻ ഇന്ന് ജീസസ് യൂത്ത് നേഴ്സസ് മിനിസ്ട്രി വരാനായിട്ടുണ്ടായ കാരണം. നിങ്ങളെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന അയർലൻഡും ഒക്കെ ഇപ്പൊ സെപ്പറേറ്റ് നേഴ്സസ് മിനിസ്ട്രി തന്നെ ചിന്തി. ഇന്ന് ഉച്ചയ്ക്ക് എനിക്കൊരു കോൾ വന്നിരിക്കുന്നത്, നമുക്ക് ഇവിടെ ഡിസംബറിന് മുമ്പ് ഒരു നേഴ്സസ് മിനിസ്ട്രി സെപ്പറേറ്റ് വേണം. കാരണം അതുപോലെ നേഴ്സുമാരെ വന്ന് ചാടിക്കൊണ്ടിരിക്കണേ. എന്റെ പള്ളിയിൽ വന്ന് ചാടിയേക്കണേ 65 പേരെ കഴിഞ്ഞ 2-3 മാസം കൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ദൈവം ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യയിലേക്ക്, നമ്മുടെ നാട്ടിലേക്കൊക്കെ കച്ചവടക്കാർ വരുന്നു, അവരിലൂടെയൊക്കെ എങ്ങനെ സുവിശേഷം നമ്മുടെ നാട്ടിലേക്കൊക്കെ എത്തിയിരുന്നു. ഇന്ന് അതുപോലെ വിശ്വാസം, അന്ന് യൂറോപ്പിൽ നിന്നൊക്കെയാണ് വന്നത് നമ്മുടെ സ്ഥലത്തേക്ക്. നമുക്ക് വിശ്വാസത്തിന്റെ തിരുനാളം തന്നു, നമ്മളത് കെടാതെ കാത്തു സൂക്ഷിച്ചു. ഇന്ന് ആ തിരിയുമായിട്ട് നമ്മളിവിടെ തിരിച്ചു വന്നിരിക്കുക. എന്തിനാ? ഇവിടുത്തെ തിരി കെട്ടുപോകാതെ അത് കത്തിക്കുവാനായിട്ട്. യൂറോപ്പിന്റെ തിരുനാളം, വിശ്വാസത്തിന്റെ തിരുനാളം ഇങ്ങനെ കാറ്റിൽ ആടി ഉലഞ്ഞ് അണയാനായിട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ കേരളത്തിൽ നിന്ന് കിട്ടിയ നമ്മുടെ വിശ്വാസം, നമ്മുടെ മാതാപിതാക്കളിൽ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ നിന്ന്, നമ്മുടെ വേദപാഠ ക്ലാസ്സിൽ നിന്നൊക്കെ കിട്ടിയ ആ ഒരു ബോധ്യം, അല്ലെങ്കിൽ നമ്മൾ ജീസസ് യൂത്തിലൂടെ കടന്നു വന്നപ്പോൾ കിട്ടിയ ഒരു ബോധ്യം, ആഴപ്പെട്ട ബോധ്യം, നമ്മുടെ ദൈവാനുഭവത്തിൽ നമ്മളുണ്ടായ വളർച്ച, ആ തിരുനാളം വെച്ചിട്ട് നമ്മൾ ഇവിടെ കത്തിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. കത്തും. അതിനുള്ള ഉദാഹരണങ്ങളെ നമ്മളൊന്ന് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരായ വ്യക്തികളിലൂടെ, സാധാരണക്കാരായ കുട്ടികളിലൂടെ. ഞാൻ പറയാം, ഞങ്ങളുടെ വീട്ടിലൊരു ടീൻസിന്റെ പ്രേ ഗ്രൂപ്പ് നടക്കുന്നുണ്ട്. ഞാൻ ഇരിക്കുന്ന ഇതേ ഹാളിൽ എല്ലാ മാസം നടക്കുന്ന ഒരു 10-20 ടീൻസ് ഒരുമിച്ച് വരുന്ന ഒരു ഗ്രൂപ്പാണ്. ഞങ്ങളുടെ ഈ ഏരിയയിലെ ടീനേജേഴ്സ് ആണ്. 14, 15, 16 വയസ്സുള്ള കുട്ടികളാണ്. പക്ഷെ അവരിലൂടെ വന്നിരുന്ന് ഷെയർ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ വായും പൊളിച്ചിരിക്കും. അവരുടെ സ്കൂളിലും കോളേജിലും എത്ര മനോഹരമായിട്ട് അവർ തമ്പുരാനെ വിറ്റ്നസ് ചെയ്യണേ. അവർക്കുണ്ടാകുന്ന ക്രൈസിസ് നമ്മളെക്കാളും ഉപരിയാണ്. കാരണം അവർ പഠിക്കുന്നത് ഇവിടുത്തെ ഈ പറഞ്ഞ പക്ക യൂറോപ്യൻ പിള്ളേരുടെ ഇടയ്ക്കാണ്. കൊന്ത ഇട്ടുകൊണ്ട് പോയാൽ ഇവരെ കളിയാക്കി കൊല്ലുന്ന ആൾക്കാരുടെ ഇടയ്ക്കാണ് അവർ പഠിക്കുന്നത്. പക്ഷെ അവരെത്ര ധൈര്യത്തോടെയാണ് അവിടെ പോയി ഈശോയെക്കുറിച്ച് പറയുന്നതെന്ന് ഇവർ വന്നിരുന്ന് പ്രേ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിരിക്കാറുണ്ട്. ദൈവമേ, അവരെ കൊണ്ട് അത് സാധിക്കുന്നെങ്കിൽ ഹൗ മച്ച് മോർ ആയിക്കോ. ഈ ഒരു ഫോർമേഷനും ഈ ട്രെയിനിങ് ഈ മിഷനേഴ്സും എല്ലാം കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നിരിക്കുമ്പോൾ അത് എത്രമാത്രം എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ 2 ഏരിയ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ, നമുക്ക് അധികം സമയമില്ല. ഒന്ന്, ഞാൻ വിശ്വസിക്കുന്നു ഏതൊരു വ്യക്തിക്കും, പ്രത്യേകിച്ച് ആസ് എ നേഴ്സ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യം, 2 മേഖല. ഒന്ന്, നമ്മളിപ്പോൾ കണ്ടത് തന്നെയാണ് നമ്മുടെ ഒരു സാക്ഷ്യത്തിന്റെ മേഖല. നമ്മൾ പറയാറുണ്ടല്ലേ, ഇന്ന് ലോകത്തിന് വേണ്ടത് പ്രീച്ചേഴ്സിനെ അല്ല, യൂറോപ്പിന് വേണ്ടതും എനിക്ക് തോന്നുന്നില്ല, ജർമ്മനിക്ക് വേണ്ടതൊന്നും വലിയ പ്രീച്ചേഴ്സിനെ ഒന്നും അല്ല. മറിച്ച് the world is looking for, the Germany is looking for the people who can witness Christ. And if anybody is listening to a preacher, it is because he is a witness. അല്ലാതെ പ്രാസംഗികരെ കൊണ്ടല്ല ഇന്ന് ആവശ്യം. ആരെങ്കിലും പ്രാസംഗികരെ കേൾക്കുന്നുണ്ടെങ്കിൽ അവനൊരു സാക്ഷ്യം കൊടുക്കുന്നതുകൊണ്ടാണ് അവനെ കേൾക്കുന്നത്. അപ്പൊ സാക്ഷ്യം നൽകുന്നവരെ, വിറ്റ്നസ് ചെയ്യുന്ന ആളുകളെയാണ്. ആ ഒരു വിറ്റ്നസിങ് ഒന്നാമത്തെ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്ന യൂറോപ്പിൽ വന്നിരിക്കുമ്പോൾ എന്റെ മിഷൻ എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറഞ്ഞു, വലിയ കോൺഫറൻസോ കൺവെൻഷനോ ഒന്നുമല്ല ഞാൻ പറയാൻ പോണേ, എനിക്ക് വിറ്റ്നസ് ആകാൻ പറ്റൂ. ക്രിസ്തു റെലവെന്റ് അല്ല എന്ന് പറയുന്ന, ക്രൈസ്റ്റ് റെലവെന്റ് അല്ല, സഭ റെലവെന്റ് അല്ല എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹത്തിന്റെ മുമ്പിൽ യെസ് ഹി ഈസ് റെലവെന്റ്, അറ്റ്ലീസ്റ്റ് ഹി ഈസ് റെലവെന്റ് ഫോർ മീ എന്ന് പറയാനുള്ള ഒരു ധൈര്യം ചങ്കൂറ്റം എനിക്കുണ്ട്. അതെങ്ങനെ നാളെ നഴ്സിംഗ് ചെയ്യണം വാടിപ്പോയിട്ട് വിളിച്ചു പറയാനല്ല ഞാൻ പറയണേ, മറിച്ച് എന്റെ പെരുമാറ്റത്തിലൂടെ, എന്റെ പ്രവൃത്തിയിലൂടെ. നമ്മളിപ്പോ പറഞ്ഞു തന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു ജനം ഉണ്ടായിരിക്കും. ഞങ്ങൾ ഈയിടെ ഇവിടെ ഒരു സർവേ നടന്നപ്പോൾ പലരും പറയുന്നത് ഇവിടുത്തെ 1/3 ആൾക്കാർക്കും ദൈവമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം പോസിബിൾ ആണെന്ന് പോലും ഇവിടുത്തെ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ഇടയ്ക്ക് നടത്തിയ ഒരു സർവേ അവർ പറയുന്നത് ഐറിഷ് യൂത്ത് they think that a personal relationship with God is not possible. ദൈവം ഉണ്ടെന്ന് പറയുന്ന പള്ളിയിൽ പോകുന്ന ആൾക്കാരെ വിശ്വസിക്കുന്നത്, പക്ഷെ വ്യക്തിബന്ധപരമായ ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാകാൻ പറ്റുമെന്ന് അവർക്ക് ആർക്കും വിശ്വാസം പോലും, അവർക്ക് അറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അവരുടെ ഇടയ്ക്ക് നമുക്ക് ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം, പ്രാർത്ഥനയൊക്കെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ, നമ്മുടെ പേഴ്സണൽ പ്രയറിലൂടെ നമ്മുടെ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരാണെന്നുള്ളൊരു ബോധ്യം, ഒരു നാണക്കേടില്ലാതെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ, 2 തീർച്ചയായിട്ടും നമ്മുടെ കൗദാശിക ജീവിതം, കൂദാശയോടുള്ള ഈ ഇവിടുത്തെ ആളുകളുടെ സമീപനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മറിച്ച് അല്ലെ, ഇപ്പൊ കൊറോണ വന്നാലും കോവിഡ് വന്നാലും കുർബാന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ലായിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവിടെയും ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്, ഇവിടെയൊക്കെ ഞങ്ങൾ കുർബാന റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ ഒരാഴ്ച മുമ്പ് ബുക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. ആ സിറ്റുവേഷൻസ് ആണ് നമ്മുടെ പള്ളികൾ. അപ്പൊ ആ രീതിയിലുള്ള നമ്മുടെ ആളുകൾക്ക് ആ വിശ്വാസത്തോട്, കൂദാശകളോടുള്ള സ്നേഹവും അതൊക്കെ ഇവരെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് us and thinking what മറ്റുള്ളവർ പേടിച്ച് ഭയപ്പെട്ടിരിക്കുമ്പോഴും നമ്മൾ വളരെ തീർച്ചയായിട്ടും ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് എല്ലാം പാലിച്ചുകൊണ്ടാണ്, മറിച്ച് അതേപോലെ തന്നെ
പോകാനായിട്ട് ധൈര്യം കാണിച്ച് ഇറങ്ങി വരുന്ന കൂതാശകളുടെ ആവശ്യം, അല്ലെ, ഒന്ന് കുമ്പസാരിക്കായിരുന്നപ്പോൾ നമുക്കുണ്ടായ ഒരു വിഷമം, ബുദ്ധിമുട്ട് നമുക്കറിയാം. ആ ഒരു കൂതാശ ജീവിതം നമ്മുടെ ജീസസ് യൂത്തിന്റെ പില്ലേഴ്സ് തന്നെ ഞാൻ പറയണം, പുറത്തുള്ള ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെ സാക്ഷ്യം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ, അതുപോലെ നമ്മുടെ വാല്യൂസ്, നമ്മുടെ ജോലി മേഖല ആയിക്കോട്ടെ, പഠിക്കുന്നിടത്തായിക്കോട്ടെ, വർക്ക് ചെയ്യുന്നിടത്തായിക്കോട്ടെ, ക്രിസ്ത്യൻ വാല്യൂസിന് വേണ്ടി നിലനിൽക്കാനായിട്ട്. ഒരുപക്ഷെ യൂറോപ്പായിരുന്നു എന്നും ക്രിസ്ത്യൻ വാല്യൂസിൽ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ജർമ്മനി, അയർലൻഡ്, ഇവര് നമ്മളെല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻസ് വരെ ഉണ്ടായിരിക്കണം, അതിലായിരിക്കും. പക്ഷെ ഇന്നത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ മാറ്റി വെക്കാം, നമ്മുടെ ജീവിതത്തിലെ ക്രിസ്ത്യൻ വാല്യൂസ് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും, അവരെ റിമൈൻഡ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് വാട്ട് യുവർ കൺട്രി ഇസ് ബിൽറ്റ് ഓൺ. ആ ഒരു സാക്ഷ്യം കൊടുക്കുവാനായിട്ട്. അതുപോലെ വിശുദ്ധിയിലുള്ള ജീവിതം തീർച്ചയായിട്ടും, അല്ലെ. നമ്മളിന്ന് COVID-19 പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊറോണ കയറാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷനും നമ്മൾ എടുക്കുന്നുണ്ട്, അല്ലെ. സാനിറ്റൈസർ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ ഒന്ന് സാനിറ്റൈസ് ചെയ്യാനായിട്ട്, അല്ലെ, നമ്മുടെ കുമ്പസാരത്തിലൂടെ, നമ്മുടെ പ്രസാദപരത്തിലൂടെയൊക്കെ, അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്, അല്ലെ. അതുപോലെ ഒരു ഈവൽ ഡിസ്റ്റൻസിങ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെ, പാപത്തിൽ നിന്ന് ഓടിയകലാൻ വചനം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിശുദ്ധിയുടെ ജീവിതം നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് വലിയ സാക്ഷ്യമാണ്. ഞാൻ ഇതൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്. യൂറോപ്പിലായിരിക്കുന്നു, നമ്മുടെ ഇവിടെ റിവാഞ്ചലൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇവിടെ വിശ്വാസം കെടുത്തു ഉയർത്തണമെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതിനാണ് ദൈവം എന്നെ വിട്ടിരിക്കുന്നത്. അത് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല എന്റെ സാക്ഷ്യമാണ്. പ്രാർത്ഥനയില്, കൗദാശിക ജീവിതത്തില്, എന്റെ ഒരു മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതത്തില്, എന്റെ ഒരു വിശുദ്ധിയിലുള്ള ജീവിതത്തിലൂടെയൊക്കെ എനിക്ക് ആ സാക്ഷ്യം കൊടുക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഒരു മേഖല ഞാൻ ചിന്തിക്കുന്നു, തീർച്ചയായിട്ടും ചെറിയ കൂട്ടായ്മകൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ചെറിയ കൂട്ടായ്മകൾ ബിൽഡ് ചെയ്യാൻ ജീസസ് യൂത്തിനെ സംബന്ധിച്ച് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണത് സ്മോൾ ഗ്രൂപ്പ്സ്. നമുക്കതിനോട് ഗോഡ് ഗിവൻ ക്യാരിസം ഉണ്ട്. എങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങണം, എങ്ങനെ ഒരു കൂട്ടായ്മ ബിൽഡ് ചെയ്യണം, എങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് ആളുകളെ കൊണ്ടുവരണം, എങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ആളുകളെ വളർത്തണം, നമ്മളെ വളരെ നന്നായിട്ട് അറിയാവുന്നവരാണ്. നമ്മുടെ കഴിവുകൊണ്ടല്ല, മറിച്ച് ദൈവം അതിനൊരു കഴിവ്, അതിനൊരു കൃപ ജീസസ് യൂത്തിന് നൽകിയിട്ടുണ്ട്. നമ്മളെല്ലാ സ്ഥലത്തും കാണുന്നത്. അത് ഈ കേരളത്തിൽ മാത്രമല്ല അത് റെലവെന്റ്. ഇന്ത്യയിലായിരുന്നപ്പോൾ നമ്മളെല്ലാം സ്റ്റെഫി ഇവിടെ ഇരിപ്പുണ്ട്, അല്ലെ. ഒരു കാലഘട്ടം സ്റ്റെഫിയൊക്കെ പഠിക്കുന്ന സമയത്ത് മംഗലാപുരത്ത് 23 നഴ്സിംഗ് കോളേജ് പ്രൈം ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. അപ്പൊ അങ്ങനത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നമ്മൾ കണ്ടു വളർന്നു വന്നവരാണ്. എന്റെ ചേട്ടാ, അതൊക്കെ കേരളത്തിലല്ല, യൂറോപ്പിൽ പറ്റും. അതാ ഞാൻ പറയാൻ വന്നത്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, മോറോർലെസ് ഇതൊക്കെ ഒരു സെയിം കൾച്ചറാണല്ലോ. ഫാമിലികളുടെ ഇടയിലും ഈ ടീൻസിന്റെ ഇടയിലൊക്കെ ഇന്ന് ഇവിടെയൊക്കെ ഏറ്റവും എഫക്റ്റീവായിട്ട് കാണുന്ന ഇങ്ങനെ സ്മോൾ ഗ്രൂപ്പ്സാണ്. UK ചിന്തിച്ചാൽ അവിടെ ഒരു ക്യാമ്പസ് കോൺഫറൻസ് കഴിഞ്ഞിട്ട് 20-25ഓളം പ്രേ ഗ്രൂപ്പുകൾ അവർ സ്റ്റാർട്ട് ചെയ്ത്. ഇവിടെയൊക്കെ പറ്റുമെങ്കിൽ നമ്മുടെ ഇടയ്ക്ക് ഇത് പറ്റും. ഇപ്പൊ ഞങ്ങളിവിടെ, ഞാൻ പറഞ്ഞു, ഇപ്പോൾ 60 പേര് പുതുതായിട്ട് വന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ അവർ വന്നപ്പോഴേ ആദ്യത്തെ ദിവസം അവരെ വിളിച്ചൊരു ബിരിയാണി കൊടുത്തു വൈകുന്നേരം, പള്ളിയിൽ തന്നെ എല്ലാവരെയും കൂട്ടി. അതിനുശേഷം ഞങ്ങളൊരു പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടി മാത്രം ഒരു പ്രോഗ്രാം വെച്ചു. 300ഓളം നഴ്സുമാരാണ് ഡബ്ലിനിൽ ഒരുമിച്ച് വന്ന് പുതിയതായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനകം അയർലൻഡിലേക്ക് വന്നവർ. നിങ്ങളുടെ ഗ്യാതറിംഗ് നടന്ന അതേ ദിവസമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓർത്തിരിക്കുന്നത്. നിങ്ങൾ അന്ന് കഴിഞ്ഞ തവണ അവിടെ കൂടി അതേ ദിവസം, അല്ലെ, ജനുവരി 14 ചേച്ചി, ജനുവരി 18. ആ സെയിം ഡേറ്റിൽ എൻറൂട്ട് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു പ്രോഗ്രാം വെച്ചു ന്യൂ കമേഴ്സിന് വേണ്ടി. പുതിയതായിട്ട് നാട്ടിൽ നിന്ന് വന്ന നഴ്സുമാരായിരുന്നു ടാർഗറ്റ്. 300 പേര് ഒരുമിച്ചു. ഇന്ന് അതിനുശേഷം ഇപ്പം വീണ്ടും വന്നു തുടങ്ങി, റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതിനുശേഷം ഞങ്ങളുടെ ഈ ഏരിയയിൽ നിന്ന് 19 പേര് അതിന് പോയി. അവരെ കൂട്ടി ഞങ്ങൾ ഇവിടെ അവരുടെ ഒരു പ്രൈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അവരൊക്കെ വന്നു. പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഞാൻ കണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ്, 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഈ മുമ്പ് ഷെയർ ചെയ്ത പ്രശ്നമുണ്ടല്ലോ, അതിന്റെ 10 ഇരട്ടി പ്രശ്നമായിട്ട് അവർ വേറെ ട്രാക്കിലായി കഴിഞ്ഞു. നമ്മളൊരു ജീസസ് യൂത്ത് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിന്നിട്ടാണ് ഈ 2-3 എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞുകൊണ്ട് വരും നമുക്ക് പേഴ്സണൽ പ്രയർ നടക്കുന്നത്. പക്ഷെ മറ്റ് ഇവിടുത്തെ വേറൊരു കൾച്ചർ, വേറൊരു ട്രാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ആളുകൾ മിഷണറീസ് ആയിട്ട് ദൈവം ഇങ്ങോട്ട് അയച്ച വ്യക്തികൾ മറ്റു ട്രാക്കിലേക്ക് മാറിപ്പോകുന്ന കണ്ട് വിഷമിച്ചിരിക്കേണ്ടി വരും നമുക്ക്. നമ്മുടെ ചുറ്റിനും ഇങ്ങനെയുള്ള ആളുകൾ ധാരാളം പേരുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ ഇതാണ്, ചെറിയ കൂട്ടായ്മകൾ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എന്താണ് ഈ കൂട്ടായ്മയുടെ പ്രത്യേകത? എന്തുകൊണ്ട് നമ്മൾ ഇത്ര സ്ട്രെസ് ചെയ്യുന്ന കൂട്ടായ്മയിൽ? ഇത്ര മനോഹരമായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടോ നമുക്ക് ഒരുമിച്ച് വരാൻ, വളരാൻ, പഠിക്കാൻ, മിഷൻ ചെയ്യാൻ, എല്ലാം നടക്കുന്ന ഒരു സ്ഥാനം അത്. എന്റെയൊക്കെ ജീവിതം ഇവിടെ ഇരിക്കുന്ന പലർക്കും പറയാൻ പറ്റും. ഇവിടെ എല്ലാം ജീവിതം ജീസസിനോട് ചോദിച്ചപ്പോൾ ഒരു 99% ആൾക്കാരും പറയും ജീവിതം ചേഞ്ച് ചെയ്തു തുടങ്ങി, ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന ദൈവാനുഭവത്തിലേക്ക് കടന്നുകൊണ്ടതിൽ ഒരു കൂട്ടായ്മ കാണും. എന്നെ സംബന്ധിച്ചാൽ ഞാൻ ഡിഗ്രി പഠിച്ച കോളേജിലെ പ്രയർ മീറ്റിംഗ് ആണ്. അത് അങ്ങനത്തെ ഒരു കൂട്ടായ്മ ഉണ്ടാകും, നമ്മളെയൊക്കെ വളർത്തിയ ഒരു കൂട്ടായ്മ. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ കാണും, ചിലർക്ക് കാണത്തില്ലായിരിക്കാം. നിങ്ങൾ നേരെ അവിടെ വന്ന് ജർമ്മനിയിൽ വന്നതിന് ശേഷമൊക്കെ ആയിരിക്കും അത് കാണുന്നതും കേൾക്കുന്നതൊക്കെ. പക്ഷെ എങ്കിൽ പോലും ഇത്തരം കൂട്ടായ്മകളെന്ന് നമ്മളതാ പറയുന്നത്, പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലേ, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ചിലർക്ക് സങ്കീർത്തനം ഉണ്ടായിരിക്കും, ചിലർക്ക് ഒരു വ്യാഖ്യാനം ഉണ്ടായിരിക്കും, ചിലർക്ക് ദർശനപരം ഉണ്ടായിരിക്കും. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ പ്രയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ പ്രയർ മീറ്റിംഗ്, സ്മോൾ ഗ്രൂപ്പ്സ്, എന്ത് പേരിട്ടും വിളിച്ചോ അതിന്.
പക്ഷെ ഞാൻ പറയുന്നത് ഒരുമിച്ച് വന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ചെറിയ കൂട്ടായ്മകൾ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമെങ്കിൽ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ഫിസിക്കൽ ഗ്യാതറിംഗ് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഓൺലൈൻ. ഇപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ പ്രേ ഗ്രൂപ്പ്സ് എല്ലാം നടക്കുന്ന ഓൺലൈനിലാണ്. എല്ലാ ഫാമിലി, ടീൻസ്, യൂത്ത് എല്ലാം നടക്കുന്ന ഓൺലൈനിലാണ്. ഇത്തരം ധാരാളം പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ആളുകളൊന്ന് ഒരുമിച്ച് 2-3 പേരെങ്കിലും ഒക്കെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുവരാനോ പ്രാർത്ഥിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ വീണ്ടും നമ്മൾ അനേകരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട് കൂട്ടായ്മകൾ. So many people could see a new dimension in their life, or they could experience the love of God in a more deep way in their life through the prayer groups. അതുകൊണ്ട് നമ്മൾ prayer groupsനെ, സ്മോൾ ഗ്രൂപ്പിനെയൊക്കെ നമ്മുടെ ജീസസ് യൂത്തിൽ നമ്മൾ പറയുന്നത് നേഴ്സറി ഓഫ് മിഷണറീസ് എന്ന്. മിഷണറീസിനെ ഫോം ചെയ്ത് വിടുന്നതിന്റെ നേഴ്സറിയാണ്, ചെറിയ കാര്യമല്ല നടക്കുന്നത്. എനിക്കൊക്കെ ഫുൾ ടൈമർഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥാനത്തിലേക്ക് ഒരു മിഷന് പോകണമെന്നൊക്കെയുള്ള ചിന്ത തോന്നി തുടങ്ങിയത് എൻ്റെ പ്രയർ മീറ്റിംഗിൽ നിന്ന്. എൻ്റെ കോളേജ് പ്രയർ മീറ്റിംഗിൽ നിന്നാണ് എനിക്കൊരു ചിന്ത തോന്നി തുടങ്ങിയത്. ഓക്കെ ദൈവമേ, ഇത്രയൊക്കെ ജീവിച്ച് ഇനി ഒരു വർഷം ദൈവത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കാം. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ടൈമറായിട്ട് മണിപ്പൂരിലേക്ക് പോകുന്ന ഒരു വർഷത്തേക്ക്. എൻ്റെ പ്രയർ മീറ്റിംഗ് എന്നെ ചലഞ്ച് ചെയ്തത്, ഒരു പ്രോഗ്രാമോ ആളോ ഒന്നുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിൽ നമ്മുടെ മിഷൻ അവിടെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ, ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള നല്ലൊരു കൂട്ടായ്മ, വർഷിപ്പ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ പറയുന്നത്. ടീച്ചിങ്സ് ഉണ്ട്, നമുക്ക് ഫെയ്ത്ത് ഫോർമേഷൻ നടക്കുന്നുണ്ട് അവിടെ, അല്ലേ? നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ 10ാം ക്ലാസ് 12ാം ക്ലാസ് കൊണ്ട് കാറ്റഗിസം നിർത്തുന്നില്ല. നമ്മുടെ പ്രേ ഗ്രൂപ്പിലൂടെ നമ്മൾ വീണ്ടും പഠിക്കുകയാണ് നമ്മുടെ കാറ്റഗിസം. നമ്മുടെ വിശ്വാസം രൂപപ്പെടുവാണ് അവിടെ, ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുവാണ്. നമ്മുടെ ജീവിതത്തിന്റെ തന്നെ അർത്ഥം എന്ന് പറയുന്നത് ഈ സത്യത്തെ മനസ്സിലാക്കാനും അറിയാനായിട്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം എന്നാ, അല്ലേ, നമ്മുടെ സ്വഭാവം പഠിപ്പിക്കുന്നത്. അപ്പൊ ആ സത്യം അറിയാനായിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം നമ്മൾ അതാക്കി മാറ്റുന്നു. ഫെലോഷിപ്പ് പറയേണ്ട കാര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു ചെറിയ കൂട്ടായ്മ ഇങ്ങനെ എടുത്താൽ ജീസസ് യൂത്തിന്റെ ഒരു DNA എടുത്ത പോലെയാണ്. അതിന്റെ എല്ലാ ഘടകങ്ങളും അതിൽ കാണും. ഈ ഒരു പ്രയർ എക്സ്പീരിയൻസ്, ഫ്ലെക്സിബിലിറ്റി, സ്പോണ്ടേനിയറ്റി എല്ലാം നമുക്ക് അവിടെ ഒരാൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ജീസസ് യൂത്ത് എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ലത് ഒരു നല്ലൊരു കുഞ്ഞു കൂട്ടായ്മയുടെ ഭാഗമാക്കി ആളുകളെ മാറ്റുക എന്നുള്ളത്. ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനായിട്ടും ഒക്കെ ഏതൊരാളെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു ചുവട് ഇതാണ്. ഒന്ന്, കർത്താവിന് അങ്ങനെ ഒരു വിറ്റ്നസ് ചെയ്യുന്ന ഒരു നേഴ്സായിട്ട് മാറാനായിട്ട് എനിക്ക് പറ്റും എൻ്റെ സ്ഥലത്ത്, എൻ്റെ ഹോസ്പിറ്റലിൽ, എൻ്റെ ഏരിയയിൽ. സെക്കൻഡ് തിങ്, എൻ്റെ ഏരിയയിൽ, എൻ്റെ ഹോസ്പിറ്റലിൽ, എൻ്റെ സ്ഥലങ്ങളിൽ കർത്താവിനെ ഇത്തരത്തിലുള്ള ചെറിയൊരു കൂട്ടായ്മ എങ്ങനെയാണെന്നുള്ള നിങ്ങൾക്ക് കോൺടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പിന്നീട് പ്ലാൻ ചെയ്യാൻ ചിന്തിക്കാം. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ പിന്നീട് പ്ലാൻ ചെയ്യും. പക്ഷെ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് മിനിസ്ട്രികൾ രൂപപ്പെട്ടേക്കുന്ന ജീസസ് യൂത്ത്. നമ്മൾ ഏത് വലിയ സംഭവം കണ്ടാലും, ഇപ്പൊ ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു മിഷൻ നേഴ്സുമാർ? 1 2 3 4 5 6 ഉണ്ടോ? ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് ഐ കാണ്ട് എക്സ്പ്രസ് മൈ ഫീലിംഗ്, ബിക്കോസ് ഞാൻ ചെയ്ത കാര്യങ്ങളിൽ പറയണതല്ല, മറിച്ച് ഈ ഒരു മിഷനേഴ്സസ് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റിന്റെ ഒരു സ്റ്റോറി പറയുവാണെങ്കിൽ, നിങ്ങൾക്കറിയാം സ്റ്റെഫിയുടെ സിസ്റ്റർ അല്ലെ, ഹലോ, സിറ്റി മിനു ആണ് ആദ്യമായിട്ട് പോകുന്ന 2 മിഷനേഴ്സസ്. ഞാൻ പറയാൻ വന്ന ഒരു ചെറിയൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. അന്ന് നമുക്കറിയില്ല. നമ്മുടെ മുമ്പിലുള്ള ഏക ക്വസ്റ്റ്യൻ ഇതാണ്, നേഴ്സുമാർക്ക് ഫുൾ ടൈമർ ആകാൻ പറ്റുന്നില്ല. വലിയ ക്രൈസിസ് ആണ്. കാരണം നമ്മുടെ കേരളത്തിലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എക്സാം ടൈമും കേരളത്തിലെ ഫുൾ ടൈംഷിപ്പ് ട്രെയിനിങ് ടൈം കൂടെ ഒരിക്കലും മാച്ചാകത്തില്ല. അല്ലെങ്കിൽ അവർ വീണ്ടും ഒരു വർഷം 6-5-8 മാസത്തോളം വെയിറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ഫുൾ ടൈംഷിപ്പ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ. പക്ഷേ ഈ 2 പേര് പറഞ്ഞാൽ അവർക്ക് എന്തായാലും മിഷന് പോകണം. അപ്പൊ ഇങ്ങനെ ഒരു ആലോചിക്കുക, ദൈവം എന്ത് ചെയ്യും? ഓക്കെ, നമുക്ക് വൈ ഡോണ്ട് വി തിങ്ക് സംതിങ് ഡിഫറെന്റ്. ഒരു ചെറിയ ഇനിഷ്യേറ്റീവ്. അവർ നമ്മൾ ഛത്തീസ്ഗഡിൽ കൊണ്ട് അംബികാപൂരുള്ള നഴ്സിംഗ് ഹോമിൽ പ്ലേസ് ചെയ്യുന്നു. അന്നൊരു ട്രെയിനിങ്ങും ഇല്ല, ഒന്നുമില്ല. മിഷൻ നഴ്സും പറഞ്ഞു അവിടെ കൊണ്ട് വിട്ടു. അവർക്കും അറിയില്ല മുമ്പിൽ എന്നാ സംഭവിക്കാൻ പോകണമെന്ന്. നമുക്ക് ആകെ അറിയാവുന്ന ഒരു സിസ്റ്റർ ഡോക്ടർ ഉണ്ട് അവിടെ കൊണ്ട് ഏൽപ്പിച്ചു. ഭംഗിയായിട്ട് അവരോട് കാര്യം ചെയ്തു. ഇന്ന് നോക്കി എത്ര പേരാണ് ആ ഒരു ഇനീഷ്യേറ്റീവിലൂടെ, ആ ഒരു ട്രെയിനിങ്ങിലൂടെ കടന്നുപോയിട്ട് നിങ്ങളുടെ ഒരു ഒറ്റ രാജ്യത്ത് വന്നിരിക്കുന്നത്. ഓരോ രാജ്യം എടുത്തു നോക്കി ഇതുപോലെ കാണും ഒരു ബഞ്ച് ഓഫ് ആൾക്കാർ. നമുക്കറിയാം മിഷനറീസിനെ നമ്മൾ പോയിട്ടൊന്നും മല മറിച്ചില്ല നോർത്ത് ഇന്ത്യയിൽ പോയിട്ടൊന്നും. പക്ഷെ നമ്മൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഞാനൊരു മിഷണറി ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. ശരിയല്ലേ? എനിക്കറിയത്തില്ല, നിങ്ങൾ മലമറിച്ചവരൊക്കെ കാണുമായിരിക്കും, എന്നെ തല്ലരുത്, സോറി. ഞാൻ കഴിഞ്ഞും പോയേക്കുന്നവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്കറിയില്ല നിങ്ങൾ മലമറിച്ചിട്ടുണ്ടവരുണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കും. പക്ഷെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല, ഞാൻ കുറച്ച് കാണുന്നല്ല. മറിച്ച് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ അന്നും ഇന്നും ഞാൻ ഇങ്ങനെ ഓരോ പിള്ളേരും ഓരോ സ്ഥലത്തോട്ട് പോകുമ്പോൾ ഓർക്കുക 2 കാര്യം എനിക്ക് ഓർക്കുന്നത്. ഒന്ന്, അവരൊക്കെ ഒരു മിഷണറി കോള് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എവിടെ കൊണ്ടിട്ടാലും അവർക്കറിയാം ഒരു മിഷൻ സാധനം അവർ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു സ്ഥലം, സൗദി അറേബ്യയിൽ ഒരു മണലാരണ്യത്തിൽ ഒരു കോണറിൽ കൊണ്ടിട്ടാലും, വിശ്വാസം പറയാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് കൊണ്ടിട്ടാലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ട് കൊടുക്കണം. കാരണം ഉള്ളിൽ ഈ തീപ്പരി കിടപ്പുണ്ടേ. തമ്പുരാന് വേണ്ടി ഒരു വർഷം മാറ്റി വെച്ചു. പിന്നെ രണ്ടാമത് ഞാൻ കണ്ടൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളോട് ഇവിടെ ഇരിക്കുന്നവരോട് പ്രത്യേകം പറയാം. ദൈവരാജ്യത്തിന് വേണ്ടി ഒരു ഇത്രയെങ്കിലും, നമ്മൾ ഫുൾ ടൈം ഷിപ്പിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഇത്രയെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് എടുത്തേക്കുന്ന ഒരാളെയും ദൈവം കൈവിട്ടിട്ടില്ല എന്നുള്ളൊരു സാധനം. എനിക്ക് 1-2 പേരുടെ കാര്യത്തിൽ വലിയ വിഷമം ഉണ്ടായിരുന്നു, അവരുടെ ലൈഫിൽ ഒരു സെറ്റിൽ ആകാത്ത കാര്യങ്ങളിലൊക്കെ. പക്ഷേ ഈ ദിവസങ്ങളിൽ അവരെ കാണുമ്പോൾ
ആ കാര്യത്തിൽ ഞാൻ ഹാപ്പി, തമ്പുരാന് നന്ദി പറയാം. കാരണം ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റി വെച്ച് ഇറങ്ങിയവരെയല്ല, അവരാരും ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയവരല്ല, മറിച്ച് ദൈവം അവരെ ബ്ലസ് ചെയ്തേക്കുന്ന ഭയങ്കരം. എനിക്ക് ടെസ്റ്റിമണീസ് അറിയാം. ലൈഫ് ഈ പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഞാൻ ഈ ബാച്ചുകളെയൊക്കെ ക്ലോസ്ലി അക്കമ്പനി ചെയ്ത ഒരാളാണ്. ഓരോ പിള്ളേരും എനിക്കറിയാം, അവരുടെ വീട്ടിൽ അവർ എന്ത് ക്രൈസിസ് ഫേസ് ചെയ്താണ് പോയേക്കുന്നതെന്നെല്ലാം നമുക്കറിയാം. കൂട്ടുകാരുടെ ഉണ്ടായ പ്രശ്നം, കരിയർ ബ്രേക്കിലുണ്ടായ പ്രശ്നം, എല്ലാം നമുക്കറിയാം. പക്ഷെ അവിടെ ദൈവം ബ്ലസ് ചെയ്ത് അവരെ ഇന്ന് എവിടെ എത്തിച്ചേക്കുന്നതെന്ന്, അവരുടെ ബാച്ചിലൊക്കെ ആരും പോകുന്നതിനേക്കാളും മുമ്പേ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്ക് ദൈവം അവരെ എത്തിച്ചേക്കുന്നതെന്ന് കാണുവാണെങ്കിൽ പറഞ്ഞ് ആ ഒരു മിഷൻ, ഞാൻ മിഷനേഴ്സുമാരെ അങ്ങനെ പറഞ്ഞല്ല, നമുക്ക് എല്ലാവരുടെയും ആ ഒരു കോൾ അത് തന്നെയാണ്. നമുക്ക് എന്താ വേണ്ടത്? ഞാനെന്താ പറഞ്ഞു, ഒരു മിനിസ്ട്രി, നേഴ്സസ് മിനിസ്ട്രി എന്നൊക്കെ നിങ്ങൾ കാണുകയും വലിയ സ്വപ്നം കാണുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ മിനിസ്ട്രി ജീസസ് യൂത്ത്? നമ്മൾ മിനിസ്ട്രി ഡിഫൈൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ആൻ enthusiasm to do something beautiful for the Lord. എവറി മിനിസ്ട്രി സ്റ്റാർട്ട് ഫ്രം ദാറ്റ്. നമ്മുടെ ഹൃദയത്തിൽ ഒരു enthusiasm ഉണ്ടോ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട്? ആൻ enthusiasm to do something beautiful for the Lord. ഇത് ഉള്ളിൽ കിട്ടിയവരുത്തിന് എന്താ ചെയ്യണമെന്ന് അറിയാം? അടുത്ത എന്താണെന്നറിയാം? അവനൊരു ഇനീഷ്യേറ്റീവ് എടുക്കും, എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് അവൻ എടുത്തിരിക്കും. അത്തരം ഇനീഷ്യേറ്റീവുകളാണ് പിന്നീട് മിനിസ്ട്രി ആയിട്ട് മാറുന്നത്. നിങ്ങൾ ജീസസ് യൂത്തിൽ ഏത് മിനിസ്ട്രി എടുത്ത് ചരിത്രം ചെറിഞ്ഞു പോക്കോ, അവസാനം നിങ്ങൾ ചെല്ലുന്നെത്തുന്നത് ഈ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് ആ ഉണ്ടായ ഒരു തീഷ്ണത, ആ ഒരു ആഗ്രഹം, ആ ഒരു enthusiasm. അവിടെ ചെന്ന് ഏത് മിനിസ്ട്രി എടുത്തു, അജയച്ചനൊക്കെ 100 എക്സാമ്പിൾ പറയാൻ പറ്റും നിങ്ങളോട്. അവിടെ നമ്മൾ ചെന്ന് നിൽക്കുകയുള്ളൂ. ഫുൾ ടൈം മിഷൻഷിപ്പ് ഏതെടുത്തു, അങ്ങനെ ചില വ്യക്തികൾക്കുള്ളിൽ തോന്നിയ ഒരു തീഷ്ണത, ഒരു ആഗ്രഹമാണത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത്, ഇത്രയും പേരോട് ഒരുമിച്ചിരിക്കുമ്പോൾ there are big possibility in front of us. നമ്മൾ ഒരിക്കലും ചിന്തിക്കുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു ചിന്തയെ വരരുത്. We can re-evangelize Germany. We can bring back the faith into the life of the people. Not only ഞാൻ പറയുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി മാത്രമല്ല, ഇന്നൊരു പക്ഷെ നമ്മൾ തുടങ്ങുന്നവരിലായിരിക്കാം. നമ്മുടെ സ്മോൾ ഗ്രൂപ്പ്സ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എളുപ്പം എങ്ങനെ നമുക്കൊരു സ്മോൾ ഗ്രൂപ്പ് തുടങ്ങാൻ പറ്റുന്നത് നമ്മൾ പറയാറുണ്ടല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. നിങ്ങളുടെ ചുറ്റും കാണുന്ന കുറച്ച് പേർക്ക് വേണ്ടി, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് പേരെ കണ്ടെത്തുക. ഒരു സ്ഥലവും സമയമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ ഓൺലൈൻ ആണ്, ഓൺലൈൻ എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഫിക്സ് ചെയ്യുക, കൊടുത്തുടങ്ങുക. ആ ഗ്രൂപ്പിൽ നല്ലൊരു ഫെലോഷിപ്പ് കൊണ്ടുവരിക. എപ്പോഴും നിങ്ങൾ ഓൾ ജർമ്മനി വരണമെന്നില്ല, നിങ്ങളുടെ ലോക്കലിൽ തന്നെ അങ്ങനെ ചെയ്യാനായിട്ട്. അതിനാണ് ദൈവം നമ്മളെ വിട്ടിരിക്കുന്നത് അങ്ങോട്ട്. എന്തുകൊണ്ടത് വെറുതെ ആളുകളുടെ എണ്ണം കൂട്ടാനോ ഗ്രൂപ്പിന്റെ എണ്ണം കൂട്ടാനോ അല്ല, മറിച്ച് അങ്ങനത്തെ ഗ്രൂപ്പുകൾ ചെറിയ തീക്കനലുകളായിട്ട് അവിടെ മാറും. ആ ഗ്രൂപ്പുകളിൽ നിന്ന് മിഷണറീസ് ഫോം ചെയ്യപ്പെട്ടു വരും. ഇവരൊക്കെ ജർമ്മനി സെറ്റിൽ ആകാൻ പോകുന്ന ആൾക്കാരായിരിക്കും. അവരുടെ മക്കളിൽ നിന്ന് വിശുദ്ധരായ മക്കൾ രൂപപ്പെട്ടു വരും. അവരുടെ മക്കളിൽ നിന്ന് ദൈവവിളി വരും. അങ്ങനെയാണ് ഒരു നാട് ഇവാഞ്ചലൈസ് ചെയ്യപ്പെടാൻ പോകുന്നത്. അവിടെയാണ് നമ്മുടെ വിഷൻ തുടങ്ങുന്നത്. ഞാൻ എടുക്കുന്ന ഒരു ചെറിയ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മാറ്റാൻ പോകുന്നത് അങ്ങനെയാണ്. അത്തരം മിഷണറീസിന് വേണ്ടിയാണ് ഇന്ന് സഭ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയും അതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നഴ്സസ് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ന് നഴ്സസ് മിനിസ്ട്രി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എത്രയോ രാജ്യങ്ങളിൽ ആ മിഷൻ ചെയ്യുന്നുണ്ട്. മറ്റാർക്കും കടന്നില്ലാത്ത സ്ഥലത്ത് പോലും ഈ നമ്മുടെ സാധാരണക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും കടന്നു ചെന്നിട്ട് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ മിഷൻ ചെയ്യുന്നുണ്ട്. ഒരു പേടിയും കൂടാതെ, ഒരു ഭയവും കൂടാതെ. കാരണം അവർക്ക് ആ ബോധ്യമുണ്ട്, ആ അവയർനെസ് അബൌട്ട് ദ കോൾ ഉണ്ട്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്, ദൈവം എന്നെ വിട്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. നമ്മളൊക്കെ എത്ര സുഖമുള്ള സ്ഥലത്തായിരിക്കണം എന്നറിയാം, നമ്മളൊക്കെ എത്ര സന്തോഷമുള്ള സ്ഥലത്തായിരിക്കണം എന്നറിയാം. നമുക്ക് അറ്റ്ലീസ്റ്റ് ജീവൻ പോകുന്നു പേടിക്കണ്ടല്ലോ. കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ യൂറോപ്പിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും പോയി കണ്ടിട്ടുണ്ട്, സാധാരണക്കാരായ നമ്മുടെ ഫുൾ ടൈമേഴ്സും മിഷണറീസും ഒക്കെ ജോലി ചെയ്യുന്ന ചില രാജ്യങ്ങൾ നമ്മളവിടെ ചെന്നേക്കണം അതിന് വേണ്ടിയാന്ന് പറഞ്ഞാൽ പിന്നെ പുറലോകം കാണുകയില്ലാത്ത സ്ഥലം. രാജ്യത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കൊറോണയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചില സ്ഥലങ്ങളിലൊക്കെ ഇന്ന് നമ്മുടെ മിഷണറീസ് അവിടെ വർക്ക് ചെയ്യുന്നത് ആർക്കും അറിയത്തില്ല അവർ അവിടെ ചെന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. പക്ഷെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ ഫുൾ ടൈമേഴ്സും നമ്മുടെ മിഷൻ ഫാമിലീസ് 5-6 വർഷത്തേക്കൊക്കെ ഫാമിലീസ് അവിടെ പോയി താമസിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി പ്രഘോഷിക്കുന്നത്. ഞാൻ ഒരിക്കൽ അങ്ങനെ ഒരു സ്ഥലത്ത് വരെ കാണാൻ പോയിട്ടുണ്ട്. എനിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം എന്താ സംഭവിക്കുന്നത്. എയർപോർട്ടിൽ നിന്നാണെങ്കിലും നമ്മുടെ ക്യാമറയിൽ ഒരു ഫോട്ടോ കണ്ടാൽ മതി ഒരു പ്രോഗ്രാമിന്റെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര നല്ല സ്ഥലത്താണ് ദൈവം നമ്മൾ എത്തിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കണ്ടെത്തുവാണ് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് എൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ. അതിൽ നമ്മൾ അതിലേക്ക് സ്റ്റക്കായി പോവുക, അറിയാണ്ട് നമ്മൾ ഫോക്കസ്ഡ് ആയി പോവുക. ഒന്നുമല്ല, ദൈവരാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത അനേക രക്തസാക്ഷികൾ, അനേക സെയിൻസ് ഉള്ള ഒരു രാജ്യത്തേക്ക് ദൈവം നമ്മളെ വിട്ടിരിക്കുന്നത്. ധൈര്യപൂർവ്വം നമ്മുടെ വിശ്വാസം പറയാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ദൈവം നമ്മളെ വിട്ടിരിക്കുന്നത്. ജീവിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിലേക്ക്. വില കൊടുക്കാൻ തയ്യാറാകണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞ്. ആ വില എന്ന് പറയുന്നത് നമുക്ക് ആ ധൈര്യം ഉണ്ടാകണം. ചിലപ്പോൾ കളിയാക്കൽ കിട്ടും, കുറ്റപ്പെടുത്തൽ കിട്ടും. അറ്റ്ലീസ്റ്റ് നമ്മുടെ ജീവൻ പോകുന്നുള്ള ഭയമൊന്നും ആവശ്യമുള്ള ഒരു സ്ഥലമല്ല ഇത്. അപ്പൊ ഇത്തരം മനോഹരമായ ഒരു സ്ഥലത്തേക്ക് ദൈവം എന്നെ പറഞ്ഞു വിട്ടെങ്കിൽ കർത്താവിനൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് കുറെ യൂറോ ഉണ്ടാക്കി കുറെ സേവിങ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച്
ഞാനിവിടെ ആയിരിക്കുമ്പോൾ ആത്മാക്കളെ നേടാനായിട്ട് അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ജീസസ് യൂത്ത്. അതിനൊരു പ്ലാറ്റ്ഫോം ജീസസ് യൂത്തിനുള്ളിൽ എനിക്ക് ഇതിന് തന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എൻ്റെ നേഴ്സസ് മിനിസ്ട്രി. എന്തുകൊണ്ടാണ്? എനിക്ക് ഒരേപോലുള്ള ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പേഴ്സണൽ പ്രയറിൻ്റെ തന്നെ പറഞ്ഞു, നേഴ്സുമാർ പേഴ്സണൽ പ്രയറിൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ നമ്മുടെ മോറൽലെസ് കാര്യങ്ങൾ സെയിമാണ്, നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് സെയിമാണ്. അപ്പം നമുക്ക് പരസ്പരം ബിൽഡ് ചെയ്യാനും ഒരുമിച്ച് വർക്ക് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേഴ്സസ് എന്ന് പറഞ്ഞ് മാത്രം ഒരുമിച്ച് വരുന്നത്. അല്ലെങ്കിൽ ഇതിനാ നമുക്കിപ്പോൾ ആരെ വേണമെങ്കിലും വിളിക്കാം ഇങ്ങോട്ട്. അപ്പോൾ ആ നേഴ്സസ് മിനിസ്ട്രിയുടെ ഒരു സപ്പോർട്ടുണ്ട് നമ്മുടെ ചുറ്റും. ജീസസ് യൂത്ത് എന്ന് പറയുന്ന മുന്നേറ്റത്തിന്റെ ഒരു സപ്പോർട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അതിൽ വളരാനായിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമും അവിടെയുണ്ട്. എൻ്റെ പ്രേ ഗ്രൂപ്പ്, എൻ്റെ സെൽ ഗ്രൂപ്പ്, എൻ്റെ എൽഡേഴ്സ്, എൻ്റെ ആനിമേറ്റേഴ്സ്, എൻ്റെ സ്പിരിച്വൽ ചാപ്ലൈൻസ് എല്ലാം എൻ്റെ മുമ്പിൽ ദൈവം ചുറ്റും ഒരുക്കി തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ ഒരു 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 കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് ഒന്നുകൂടെ കൊണ്ടുവരാം. നമ്മൾ കേട്ട മുഴുവൻ കാര്യങ്ങളെയും ഒന്നുകൂടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, ദൈവം എന്നെ യൂറോപ്പിലേക്ക് അയച്ചിരിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ ഒരു സ്വപ്നമുണ്ട്. പേര് ചൊല്ലി വിളിച്ച് ഈ നാട്ടിലേക്ക് എന്നെ പറഞ്ഞു വിട്ടതിന്. ഞാനൊരു നേഴ്സായിരിക്കുന്നതിൽ ഒരു പക്ഷെ ഞാൻ പോലും ആഗ്രഹിച്ചായിരിക്കില്ല ഞാനൊരു നേഴ്സാകണോ. പക്ഷെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഒരു പക്ഷെ എന്നെ ഇങ്ങോട്ട് ഈ ഒരു രാജ്യത്തേക്ക് അയക്കാൻ വേണ്ടി മാത്രം ദൈവം എന്നെ ഒരു പ്രൊഫഷനിലേക്ക് കൊണ്ടുവന്നായിരിക്കാം. അതിനുവേണ്ടി അത് പ്രാർത്ഥനയിൽ തമ്പുരാനോടൊപ്പം ആയിരിക്കുമ്പോൾ നമുക്കത് വെളിപ്പെട്ട് കിട്ടും. എന്താണ്, വാട്ട് ഈസ് മൈ മിഷൻ? നമുക്ക് ഇന്ന് മുതൽ ചോദിച്ചു തുടങ്ങാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ദൈവമേ ഞാൻ ഈ രാജ്യത്ത്, എന്തുകൊണ്ട് ദൈവമേ ഞാൻ ഈ ഒരു റീജിയണിൽ, എന്തുകൊണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ? And God will speak to you. The Holy Spirit will speak to you and give you an answer. Why are you here? And let's take that commitment to pay the price to build the kingdom of God in this land. അതിനാദ്യം നമുക്ക് വേണ്ടത്, നമ്മൾ പറഞ്ഞു, നമ്മുടെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിലെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും ഒരു സാക്ഷിയായി മാറാനായിട്ട്, ഒരു ജീസസ് യൂത്ത് എന്ന് ഞാൻ പറയുമ്പോൾ ഒരു സാക്ഷിയായി മാറുവാനായിട്ട്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നമ്മുടെ കൂദാശ ജീവിതത്തിൽ, നമ്മുടെ മൂല്യങ്ങളിൽ, നമ്മുടെ വിശുദ്ധിയുടെ ജീവിതത്തിൽ, ഈ 4 മേഖലകളിൽ നമ്മൾ കേട്ട പോലെ ഒരു സാക്ഷിയായി മാറുവാനായിട്ട്. എൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല, ധാരാളം ക്രൈസിസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാകും നമ്മുടെ കുടുംബത്തിലും ഫാമിലിയിലും, ചലഞ്ചസും. കർത്താവിൻ്റെ കൈകളിലൊന്ന് വിട്ടുകൊടുത്തേ. ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പുള്ളി ഒന്ന് വിളിച്ചിരുത്തി നോക്കി. ലെറ്റ് ഹിം ഡ്രൈവ്. നമ്മൾ ഡ്രൈവ് ചെയ്ത് വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ട് എന്തിനാ കർത്താവിനോട് പരാതി പറയുന്നത്? കർത്താവ് ഡ്രൈവ് ചെയ്യട്ടെ. ആ പ്രശ്നങ്ങളുടെ ഇടയിലൂടെ ദൈവം നമ്മളെ നയിക്കുന്ന ആ കരുതലുള്ള പിതാവിന്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. ഒരിക്കലും കൈവിടുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ സംഭവമായിരിക്കും, അവനതൊന്നും ഒരു വലിയ സംഭവം അല്ല. മുമ്പേ നമ്മൾ കേട്ട പോലെ, ഷിമുള് പറഞ്ഞപ്പോൾ കേട്ട പോലെ, ട്രസ്റ്റ് ഇൻ ഹിം ലൈക്ക് എ ചൈൽഡ്. ആ ഒരു തീരുമാനം, ആ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുവാനായിട്ട്. ആൻഡ് ദെൻ ലെറ്റ്സ് ടേക്ക് ഇനിഷ്യേറ്റീവ്. നമ്മളെടുക്കുന്ന ഇനിഷ്യേറ്റീവ് സക്സസ് ആവുമോ, ദൈവമേ ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങിയാൽ 5 വർഷം കഴിഞ്ഞാൽ നിന്ന് പോകും, ഒന്നിനെ കുറിച്ചും അറിയേണ്ട കാര്യമില്ല. ടേക്ക് ഇനിഷ്യേറ്റീവ്. The Lord is looking for the hearts who can take initiative. ഒരു ചെറിയ സ്മോൾ ഗ്രൂപ്പ് ആയിക്കൊള്ളട്ടെ, ഒരു 4 പേര് ഒരുമിച്ച് കൂട്ടി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ആയിക്കൊള്ളട്ടെ, ഒരു 2 പേര് ഒരുമിച്ച് വന്ന് ആ ഹോസ്പിറ്റലിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഒരു ജപമാല ചൊല്ലി തുടങ്ങുന്ന ആയിക്കൊള്ളട്ടെ. നമുക്കൊരു ഒരു ഒരു നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ദൈവമേ? ഒന്നോർക്കുക, ഇന്ന് നമ്മൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, if Christians have changed the world upside down, everything started with from 12 ordinary people. നമ്മുടെ പോലെ പ്രൊഫഷണലൊന്നും ആയിരുന്നില്ല, അവർ പലരും മുക്കുവരും ഒക്കെ ആയിരുന്നു. അതിനേക്കാൾ എത്രയോ നോബിൾ ആയിട്ടുള്ള പ്രൊഫഷനിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കും. ഐ മീൻ, ഐ എം നോട്ട് കമ്പയറിംഗ് ദ പ്രൊഫഷൻസ്, ബട്ട് എഡ്യൂക്കേഷൻ വൈസ് ഓർ എനിത്തിങ് ഇഫ് യു തിങ്ക്. സാധാരണക്കാരായ 12 വ്യക്തികൾക്ക് ഈ ലോകത്തെ അപ്സൈഡ് ഡൗൺ മറിച്ചിടാൻ പറ്റിയെങ്കിൽ, ഇന്നും നിലനിൽക്കുന്ന സഭയെ പടുത്തുയർത്തുവാനായിട്ട് പറ്റിയെങ്കിൽ, എന്നെ പോലെ ഒരു സാധാരണക്കാരായ വ്യക്തിക്കും, ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും യൂറോപ്പ് പോലൊരു രാജ്യത്ത് വന്നാലും ദൈവത്തിനായതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അനേകരത് തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ വിശുദ്ധരും, നമ്മുടെ എല്ലാ രക്തസാക്ഷികളും, നമുക്ക് മുമ്പേ പോയവരെല്ലാം they were all ordinary people. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അതാണ്. ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തു നിന്ന് വന്ന മിഷണറീസ് നമുക്ക് തന്ന വിശ്വാസത്തിന്റെ ഇന്ന് തിരിച്ചിവിടെ കൊടുക്കുവാനായിട്ട് അതെന്റെ കടമയാണ്. ഒരിക്കലും അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിന്റെയോ മാത്രം കടമയല്ല. നമുക്ക് കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, മാറി നിൽക്കാൻ എളുപ്പമാണ്, കൈ ചൂണ്ടാൻ എളുപ്പമാണ്. സഭ അങ്ങനെയാണ്, സഭ ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറഞ്ഞ് മാറി നിൽക്കാം. പക്ഷെ എന്റെ കടമ, എന്റെ ഡ്യൂട്ടി, ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ബിൽഡ് ദ ചർച്ച് ഇൻ ദിസ് ലാൻഡ്. അല്ലെ, നെഹമിയ പ്രവാചകനെ പോലെ കരയാൻ എനിക്ക് പറ്റുന്നുണ്ടോ യൂറോപ്പിലെ സഭയെ നോക്കിയിട്ട്, ഇവിടുത്തെ അവസ്ഥ നോക്കിയിട്ട്?
അവിടെ നമ്മുടെ വിളി നമ്മൾ തിരിച്ചറിയും. ചിലപ്പോൾ മുട്ടുമെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമായിരിക്കും ദൈവം പറയുന്നത് നമുക്ക് വേണ്ടി. പക്ഷെ ആ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ മാറിപ്പോകുന്ന കാണാനായിട്ട് നമുക്ക് പറ്റും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Let's all close our eyes for a while. As we heard, ഇതിന് നന്ദി പറയാം. ദൈവമേ, നീ അനേകം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം തന്നെ നീ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒരു ജോലിയായിരുന്നു ദൈവമേ, നല്ലൊരു ജോലി, നല്ല കുടുംബം, മക്കളെല്ലാം. ഒരുപക്ഷെ ഈ മേഖലകളിലൊക്കെ ഞാൻ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ എങ്കിലും കർത്താവേ, താങ്ക് യു ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് ദാറ്റ് യു ഹാവ് ഗിവൻ ടു മീ. പലപ്പോഴും ദൈവമേ, നീ നൽകിയ അനുഗ്രഹങ്ങൾ തന്നെ എനിക്ക് പിന്നീട് നിന്നിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണങ്ങളാക്കി ഞാൻ മാറ്റി. ഈ ഒരു ജോലി നൽകിയപ്പോൾ അതിൻ്റെ തിരക്ക് മൂലം, ഈ ഒരു കുടുംബം നൽകിയപ്പോൾ അതിൻ്റെ തിരക്ക് മൂലം ഒക്കെ പലപ്പോഴും ഞാൻ എൻ്റെ വിളിയും എൻ്റെ ദൗത്യവും മറന്നു പോയിട്ടുണ്ട് ദൈവമേ. നിമിഷം കർത്താവെ, ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായപ്പോൾ നിനക്കെന്നെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ടായിരുന്നു കർത്താവെ. അത് തിരിച്ചറിയുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജർമ്മനിയിലേക്ക് നീ എന്നെ പറഞ്ഞു വിട്ടപ്പോൾ, ഒരു നേഴ്സാക്കി എന്നെ മാറ്റിയപ്പോൾ, ഇന്ന് അനേകരെ ശുശ്രൂഷിക്കുവാനായിട്ട് നീ എന്നെ രാജ്യത്ത് ഉപയോഗിക്കുമ്പോൾ കർത്താവെ, ഒരു ജോലി സ്ഥലം എന്നതിനേക്കാൾ ഉപരിയായിട്ട്, ഒരു വർക്ക് ഫീൽഡിനേക്കാൾ ഉപരിയായിട്ട് തമ്പുരാനെ എൻ്റെ ഒരു മിഷൻ ഫീൽഡായിട്ട് ജർമ്മനിയെ കാണുവാനായിട്ടുള്ള ആ ഒരു എൻ്റെ ഉൾക്കണ്ണുകളെ നീ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരന്തരമായി തമ്പുരാനെ നിന്റെ ആ വിളിയെക്കുറിച്ചും മിഷനെ കുറിച്ചുള്ള ബോധ്യം എന്നിൽ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ നിന്നോട് കൂടെ ആയിരിക്കുവാനായിട്ട് ശക്തി സംഭരിച്ചുകൊണ്ട് തമ്പുരാനെ ഈ ശുശ്രൂഷയിൽ ദൈവരാജ്യത്തിന് വേണ്ടി തമ്പുരാനെ തുടിക്കുന്ന ഒരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീഷ്ണതയിലും അന്ത്യം കൂടാതെ തമ്പുരാനെ ആത്മാക്കളെ നേടുവാനുള്ള ദാഹം എന്നിൽ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം ഞാൻ കണ്ടെത്തുവാനായിട്ട്, ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്, ദ മീനിങ് ഓഫ് മൈ ലൈഫ്, ലോർഡ്, ഹെൽപ് മീ ടു റീഡിസ്കവർ ഇറ്റ്. I thank you for the beautiful platform of Nurses Ministry and Jesus Youth and all my elders around me to support me and guide me and help me build our community, Lord, build our ministry, Lord, so that so many people may realize and experience your love through the Nurses Ministry in Germany, Lord. കർത്താവേ, നിന്റെ ഒരു ഹീലിംഗ് ഹാൻഡ്സ് ആക്കി ഞങ്ങൾ എല്ലാവരെയും മാറുവാനായിട്ട്, ശരീരത്തിന് മാത്രമല്ല തമ്പുരാൻ, അനേകരുടെ മനസ്സിന്റെ മുറിവുകളെ ഉണക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകുവാനായിട്ട്, അനേകരെ നിന്നിൽ പടുത്തുയർത്തുവാനായിട്ട്, അനേകം കൂട്ടായ്മകൾ ആരംഭിക്കുവാനായിട്ട്, ആ കൂട്ടായ്മയിലൂടെ അനേകർ വളർന്നു വരുവാനായിട്ട്, അനേകം മിഷണറീസ് രൂപപ്പെടുവാൻ വേണ്ടി സ്വപ്നം കണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം. ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളെ ഇതിന് മുമ്പിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അലസതയും ഞങ്ങളുടെ മടിയും ഞങ്ങളുടെ ഭയവും ഞങ്ങളുടെ കഴിവുകളിലുള്ള ഞങ്ങളുടെ അവിശ്വാസവും എല്ലാം കർത്താവ് നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയ അതൊന്നു മാത്രം മതി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. We make this prayer through Christ our Lord. Amen. 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 Over to Grishma. ഇഷ്മിഷരിക്കട്ടെ അച്ചു. ആ ചേച്ചി, നമ്മുടെ എല്ലാവർക്കും അറിയാൻ പാടില്ലാത്ത 1-2 പേരേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇതിനകത്ത്. അച്ഛൻ നമ്മുടെ ആനിമേറ്റർ അച്ഛനാണ്. നമ്മളോട് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അച്ഛൻ. ഒത്തിരിയേറെ സന്തോഷമുണ്ട് നിങ്ങളെ കാണാൻ ഇങ്ങനെ പറ്റുന്നതിൽ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കൂട്ടായ്മ അനുദിനം വളർന്നു വരുന്നതിൽ ഒത്തിരിയേറെ സന്തോഷം. ഞാൻ സിജോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കായിരുന്നു. കാരണം ഇവിടെ വന്ന കാലം തൊട്ട് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാൽ ഒരു നമ്മുടെ ഈ മിനിസ്ട്രി ബിൽഡ് ചെയ്യാനായിട്ട് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ്. പക്ഷെ നമ്മളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഏറ്റവും വലിയ മുതൽക്കൂട്ട് തന്നെയാണ് ഇവിടെ ഈശോയെ കൊടുക്കാനായിട്ട്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു യഥാർത്ഥത്തിൽ ലക്ഷ്യമുണ്ടാകുക എന്നുള്ളതേ ഉള്ളൂ പ്രധാനപ്പെട്ട കാര്യം. കാരണം
ഞാൻ വർക്ക് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതേ ഉള്ളൂ. കാരണം അപ്പ് ആൻഡ് ഡൗൺസ് ഇല്ലാത്ത ലൈഫില്ല. പക്ഷെ ഇവിടെയുള്ള പാസ്റ്റർ ലൈഫിൽ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലൈഫിൽ നമുക്ക് നെഗറ്റീവായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപിടി കാര്യങ്ങളുണ്ട്. ഈ ഒരുപിടി കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ ഒരു പരിധി കൂടുതൽ സ്വാധീനിക്കുകയും ചെയ്യും. പലപ്പോഴും പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതലും കാണുന്ന ആളുകൾ തലവെടുത്ത ആളുകളായിരിക്കാം, അല്ലെങ്കിൽ പള്ളിയിൽ കുറച്ച് ആളുകളെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ മാന്യമുള്ള അച്ഛന്മാരെ കാണാം, അല്ലെങ്കിൽ വിശ്വാസത്തിൽ താല്പര്യം കുറവുള്ള വേറെ തിങ്കിങ് പാറ്റേൺ ഉള്ള മനുഷ്യരുണ്ട്. ഇവിടെയൊക്കെ നമ്മളെ യഥാർത്ഥത്തിൽ പിടിച്ചു നിർത്തേണ്ട നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയും നമ്മുടെ വചന വായനയും നമ്മുടെ 6 പില്ലേഴ്സ് എന്നൊക്കെ പറയുന്ന ജീസസ് യൂത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള സ്പിരിച്വാലിറ്റി തന്നെയാണ്. അപ്പൊ അത് നമ്മൾ ശീലിക്കുന്നില്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പാടാകും. നമുക്കിവിടെ ഒരു മിഷൻ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നടത്താനായിട്ട് സാധിക്കത്തില്ല. എനിക്ക് എന്നോട് തന്നെ മിഷൻ പ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പുറത്താരോടെങ്കിലും വചനം പറയാൻ സാധിക്കില്ല. എന്നെ തന്നെ രൂപപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് വേറെ ആരെങ്കിലും രൂപപ്പെടുത്താൻ സാധിക്കും? ഒരിക്കലും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വചനപാരായണത്തിലും ഔദാശിക ജീവിതത്തിലും വളരുക, അതിനുശേഷമാകട്ടെ നമ്മുടെ സുവിശേഷ പ്രവർത്തനം എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ നമ്മുടെ യൂത്തിൽ, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ആളുകൾ പോലും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിൽ ഒത്തിരിയേറെ മാന്ദ്യം കാണാറുണ്ട്. പലപ്പോഴും ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇതായിരുന്നു. എന്ത് ട്രെയിനിങ് പ്രോഗ്രാം ആണെങ്കിലും, ലീഡേഴ്സിന്റെ ഗ്യാതറിംഗ് ആണെങ്കിലും, ബിഗിനേഴ്സിന്റെ ആണെങ്കിലും, ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിൽ നമ്മൾ നിഷ്ഠയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളെ വചനപ്രഘോഷണത്തിനായിട്ട് ഒരുക്കും. അപ്പൊ അതിൽ എവിടെ മാന്യം വരുന്നോ അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നിങ്ങൾ നേഴ്സുമാരായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ 12, 14, 16 മണിക്കൂറൊക്കെ ജോലി ചെയ്ത് വീഴുമ്പോൾ ഇനി കിടക്കാൻ മാത്രമേ സമയം ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ജീവിതത്തില് ജോലി ചെയ്യുമ്പോൾ പോലും പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വേറെ രീതിയിലുള്ള ഈശോയുടെ കൂടെ ജോലി ചെയ്യുന്ന, ഈശോയുടെ കൂടി നടക്കുന്ന, ഈശോയിൽ രൂപപ്പെടുന്ന ഒരവസ്ഥ നമ്മളിലും സാധിക്കുമെന്നാണ് എനിക്കും തോന്നുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ വന്ന കാലങ്ങളിലൊക്കെ എനിക്കും വ്യക്തിപരമായിട്ട് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ജീവിച്ച അവസ്ഥയിൽ വ്യത്യസ്തമായ തിങ്കിങ് പാറ്റേൺ ഉള്ള, അല്ലെങ്കിൽ വിശ്വാസ രീതികളുള്ള, വ്യത്യാസങ്ങളുള്ള സമൂഹങ്ങളിൽ ജീവിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ആക്റ്റീവാണെന്ന് ചർച്ചിൽ പറയുന്ന ആളുകൾ പോലും ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യം യൂക്കരിറ്റിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഉത്ഥാനത്തിൽ ഞങ്ങൾ സംശയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, അവരോടുകൂടിയാണ് നമ്മൾ ജോലി ചെയ്തേണ്ടി വരുന്നത് എൻ്റെ കോണ്ടെക്സ്റ്റ്. അപ്പൊ നിങ്ങളും കൺഫ്രണ്ട് ചെയ്യുന്നത് ഒരുപക്ഷെ അങ്ങനെയുള്ളവരായിരിക്കും, ഒരു ഇൻഡിഫറന്റ് ആയിട്ടുള്ള ആളുകൾ. ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താനായിട്ട് വളരെ ഈസിയാണ്, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ വളരെ പാടാണ്. അപ്പൊ ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റ് എനിക്ക് പലപ്പോഴും തോന്നാറ് ഉറക്കം നടിക്കുവാണെന്ന് തോന്നുന്നു. ആരും ദൈവത്തിനെതിരല്ല, പക്ഷെ ആർക്കും താല്പര്യമില്ല. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റില് ഈശോയെ കൊടുക്കുക എന്നുള്ളത് ജീവിത സാക്ഷ്യം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയും കൗദാശിക ജീവിതമാണ്. കാരണം ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ഇന്ന് എന്നെ നിർത്തുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയും കുർബാന അർപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദൈവാനുഭവം കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് ചുറ്റുമുള്ള, ഈവൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അച്ഛന്മാരാകട്ടെ, അല്ലെങ്കിൽ പാസ്റ്റർ റഫറൻഡന്മാരാകട്ടെ, വിശ്വാസത്തിലുള്ള അവരുടെ വ്യത്യാസങ്ങൾ കാണുമ്പോൾ, ബോധ്യക്കുറവ് കാണുമ്പോൾ, സഭയുടെ കാതലായിട്ടുള്ള കടപ്പെട്ട രഹസ്യങ്ങളോടുള്ള അവരുടെ കാഴ്ചപ്പാട് കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഇവിടെ എങ്ങനെയാണ് സർവൈവ് ചെയ്യുക? പക്ഷെ സർവൈവ് ചെയ്യാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയില്, ഔദാശിക ജീവിതത്തില്, വചനപാരായണത്തില്, വചനത്തിൽ പേരൂന്നിയ ജീവിതത്തിലൊക്കെ നമ്മൾ തന്നെ രൂപപ്പെടുകയാണെങ്കിൽ, നമ്മൾ അറിയാതെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ രൂപപ്പെടുത്തും. അതുവഴിയായിട്ട് ദൈവം നമ്മളെ വളർത്തുമെന്നാണ് എൻ്റെ ഒരു ബോധ്യം. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു 20 വർഷത്തെ എൻ്റെ ഈ ജർമ്മനിയിലെ ജീവിതത്തിൽ നിന്ന് എനിക്കും പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങളെ കാണുന്ന കാഴ്ചകളെല്ലാം നെഗറ്റീവ് ആയിരിക്കാം. കാണുന്ന കാഴ്ചകളിലേക്ക് വിശ്വാസത്തിന്റെ മാന്യം കാണാം. നിങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഇൻഡിഫറന്റ് ആയിട്ടുള്ള ആളുകൾ കാണാം, അല്ലെങ്കിൽ മതം ഒരു നീഡല്ല, അത് നിന്റെ കാര്യമാണ്, നീ നോക്കിക്കൊള്ളെന്ന് പറയുന്ന ആ കോണ്ടെക്സ്റ്റിലും ഞാൻ യഥാർത്ഥത്തിൽ ബോധ്യത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ ആളുകൾ തീർച്ചയായിട്ടും നമ്മളെ കേൾക്കാൻ വരും. അതെന്റെ 20 വർഷക്കാലത്തെ
ജീവിതാനുഭവമാണ്, പ്രത്യേകിച്ച് ഇവിടുത്തെ പാസ്റ്റൽ കോണ്ടക്സ്റ്റിൽ. വിശ്വാസം പോലും, നമ്മുടെ വിശ്വാസത്തിന്റെ കടപ്പെട്ട രഹസ്യങ്ങളിൽ പോലും സംശയിക്കുന്ന അച്ഛന്മാരുടെ കൂടെ ഞാൻ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പാസ്റ്റർ റഫറൻഡന്മാരുടെ കൂടെ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും എനിക്കിത് ബോധ്യമാണ്, സഭ പഠിപ്പിക്കുന്നതാണ്, എൻ്റെ വിശ്വാസത്തിന്റെ കാതലായിട്ടുള്ള ഭാഗമാണെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ പിന്നീട് അവരൊക്കെ മാറി ചിന്തിക്കാനും, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുള്ള ബോധ്യത്തോടു കൂടി ആരാധന നടത്താൻ അനുവദിക്കാനും ഒക്കെ അവസരമായിട്ടുള്ള എൻ്റെ ഇടവകയുടെ ചരിത്രവും എൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഒരേ കാര്യം പറയാനുള്ളൂ, ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്ന ഈ അവസ്ഥ, തീർച്ചയായിട്ടും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അലസതയല്ല, മടുപ്പും, പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണോ, വചനം വായിക്കണോ എന്നുള്ള ചിന്തയൊക്കെ ഒരു സ്വാഭാവികമായിട്ട് നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുള്ളൂ, യഥാർത്ഥത്തിൽ ആർക്കെങ്കിലും ഈശോയെ കൊടുക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ രൂപപ്പെടുത്തുക. അത് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിലും വചനപാരായണത്തിലും കൗദാശി ജീവിതത്തിലും കൂടെ മാത്രം സാധിക്കുന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ദൈവം നിങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നല്ല ഈശോയെ, നീ ഞങ്ങൾ എവിടേക്ക് വിളിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള നിന്റെ പദ്ധതി കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് ഏറ്റുപറയുന്നു. നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ പ്രത്യേകം സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ അവസ്ഥ, മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്ന കൾച്ചർ, ജോലി ചെയ്യുന്ന സ്ഥലത്തെ സ്ട്രെസ്, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, ഇതെല്ലാം നിന്റെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തമ്പുരാനെ, നീ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ് എന്നുള്ള വചനത്തിലൂടെയുള്ള ബോധ്യം ഓരോ നിമിഷവും അനുദിന ജീവിത സാഹചര്യങ്ങളിലൂടെ ഞങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നവർ പ്രത്യേകം നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളെ പ്രത്യേകം സമർപ്പിക്കുന്നു, ഞങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളെ സമർപ്പിക്കുന്നു, ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിത പങ്കാളികളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ജീസസ് യൂത്ത് കൂട്ടായ്മയിലുള്ള എല്ലാവരെയും പ്രത്യേകം സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈശോയെ ഒത്തിരിയേറെ യുവജനങ്ങള് ഈശോയെ നേഴ്സിംഗ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. ഈശോ അവരിലേക്കൊക്കെ റീച്ച് ഔട്ട് ചെയ്യുവാനായിട്ട്, അവർ വഴിയായിട്ട് ഈശോ അവരിലൂടെ പ്രഘോഷിക്കപ്പെടുവാനായിട്ട് കൃപ തരണമേ. പരിശുദ്ധയമ്മ മാതാവേ, അമ്മയുടെ മാതൃകയും അമ്മയുടെ സ്നേഹവും ഞങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ എപ്പോഴും മാധ്യസ്ഥം വഹിക്കണമേ. കാനായിലെ കുടുംബത്തിന് അമ്മയായിരുന്നല്ലോ അവർക്ക് കൂട്ടായിരുന്നത്. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും ഈശോയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധ അമ്മേ, ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ എപ്പോഴും മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറവേന സുസ്തി, കർത്താവ് അങ്ങരുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേയും വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.